ഒരു പേര് വരാനുള്ള കാരണം 7 മാസത്തിൽ കൂടുതൽ സുബോധാവസ്ഥയിൽ നിൽക്കാത്ത എർണി ജി അക്രോൺ ഒഹായോയിലെ അക്രോണിലുള്ള എർണി ജിയുടെ കഥയാണ് ദ 7 മന്ത് സ്ലിപ്പർ. 7 മാസത്തിൽ വീഴ്ച, അല്ലെങ്കിൽ 7 മാസം കൂടുമ്പോൾ വീഴുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് ആ കഥ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ബിഗ് ബുക്കിൽ ഓരോ കഥകളും അവനവൻ തന്നെ എഴുതിയിരിക്കുന്നതാണ്. ഓരോ മെമ്പേഴ്സും അവരവരുടെ മറ്റുള്ളവരുടെ സഹായത്താൽ, ചില എഡിറ്റേഴ്സിന്റെ സഹായത്താലൊക്കെ എഴുതിയിരിക്കണം. അപ്പൊ അവനവൻ തന്നെ എഴുതിയിരിക്കണം. അപ്പൊ പുള്ളി കൊടുത്ത പേരാണ് ദ 7 മന്ത് സ്ലിപ്പ് എന്നുള്ളത്. ദ 7 മന്ത് സ്ലിപ്പർ എന്നല്ല, 7 മന്ത് സ്ലിപ്പ്. എല്ലാ 7 മാസത്തെയും വീഴ്ച എന്നാണ് അതിന്റെ അർത്ഥം. അത് 282 പേജിലാണ് ആദ്യത്തെ എഡിഷനിലുള്ളത്. ഓഗസ്റ്റ് 1935 ആയപ്പോഴാണ് എർണി ആദ്യം സോബറാകുന്നത്. ഒരു പക്ഷേ ബിൽഡിക്ക് ശേഷം, അതായത് ആൽക്കോളിക്സ് അനോണിമസ് നമ്പർ 3ക്ക് ശേഷം നമ്പർ 4 ആയി വന്നിരിക്കുന്നത് എർണി ആയിരിക്കണം. ബിൽ ഡബ്ല്യു ഡോക്ടർ ബോബ് മാൻസ്മിത്തുമായിട്ട് അക്രോണിൽ താമസിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അത് കൂടാതെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ എടുത്തു പറയട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ആൽക്കോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഡോക്ടർ ബോബ്സിന്റെ മകളായ സ്യൂവിനെ വിവാഹം കഴിച്ചിരിക്കുന്നതും എർണിയാണ്. ആ സമയം ആദ്യം ഇവര് തമ്മിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ സ്യൂവിനെ കാണുമ്പോൾ, സ്യൂവിനെ സംബന്ധിച്ചിടത്തോളം 17 വയസ്സാണ് അവൾക്ക്. എർണിയെ എവിടെ വെച്ചാണ് കണ്ടത്? എർണിയെ ഡോക്ടർ ബോബിന്റെ വീട്ടിലേക്ക് നടക്കുന്ന വഴിക്ക് വെച്ചിട്ട് ഈ കാണുവാണ്. അപ്പം എർണി ഇവളോട് ചോദിക്കുകയാണ്, ഡോക്ടർ ബോബിന്റെ വീട് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അവള് ഡോക്ടർ ബോബിന്റെ മകളാണെന്ന് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇതാണ് വീടെന്ന് പറഞ്ഞ് അവൾ ചൂണ്ടിക്കാണിച്ചു. അത് അവൾ പിന്നീട് അവളുടെ ജീവചരിത്രത്തിൽ വിവരിച്ചിരിക്കുന്നത്, നീല കണ്ണുകളുള്ള, വളരെ ചുമന്ന മുടികളുള്ള, വളരെ ഉരുണ്ട മുഖമുള്ള ഒരാളായിരുന്നു അയാൾ. ഭയങ്കരമായിട്ട് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് വെച്ചാൽ എപ്പോഴും തമാശകളൊക്കെ പറയുന്ന, വളരെയധികം നല്ല രീതിയിൽ കഥകൾ പറയുന്ന, എപ്പോഴും ഡോക്ടർ ബോബിനെയും ആൻ സ്മിത്തിനെയും ചിരിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു എർണി എന്നാണ് അവളുടെ ജീവചരിത്രത്തിൽ പറയുന്നത്. ഈ കിച്ചൺ ടേബിള്, അതായത് ഡോക്ടർ ബോബിന്റെ കിച്ചൺ ടേബിളിൽ അനേകം ആളുകൾ സുബോധാവസ്ഥയിലെത്തിയ കിച്ചൺ ടേബിളിന് ചുറ്റും ധാരാളം കഥകളുമായി അദ്ദേഹം കാപ്പി കുടിച്ചിരിക്കാറുണ്ടായിരുന്നു. അവള് പറയുന്നത്, ഇദ്ദേഹം ഒരു ആർമിയിൽ 1 വർഷത്തെ ടൈമില് വർക്ക് ചെയ്തിട്ടുണ്ട്. ആർമിയിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം മെക്സിക്കോയിൽ പോയി ഒരു ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ടെക്സാസിലേക്ക് മൂവ് ചെയ്തു. അവന് ഒരു മകനുണ്ട്. അവൻ 2 പ്രാവശ്യം വിവാഹിതനായി. ഇപ്പൊ സ്യൂവിനെയും, അതിനുശേഷം ഇവര് ഡൈവേഴ്സായി പിന്നീട് വിവാഹം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നീട് അക്രോണിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ജോലിയും തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിന് പ്രധാന കാരണം മദ്യപാനമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരൻസ് നല്ല മതവിശ്വാസികളായിരുന്നു. അവർ രണ്ടുപേരും ടി ഹെൻറി ക്ലാരൻസ് വില്യംസ് എന്ന് പറയുന്ന, നമ്മൾ ആദ്യം നമുക്കറിയാം ആരാണ് ടി ഹെൻറി ക്ലാരൻസ് വില്യംസ് എന്നറിയാം. ടി ഹെൻറി എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ സ്വന്തം വീട്ടിൽ വെച്ച് നടത്തിയിരുന്ന ആളും, ക്ലാരൻസും അങ്ങനെ നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസിനെ ക്ലാരൻസ് വില്യംസും ആൽക്കോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ സ്വന്തം വീട്ടിൽ വെച്ച് നടത്തിയിരുന്ന ആളാണ്. അപ്പോ ഒരു പക്ഷേ ഈ സെയിം ചർച്ചിൽ, അല്ലെങ്കിൽ ഒരേ ചർച്ചിൽ പള്ളിയിൽ പോയിരുന്നവരായതുകൊണ്ട് ഒരു പക്ഷേ അവരുടെ പേരൻസിനോട് ഒന്നില്ലെങ്കിൽ ടി ഹെൻറിയോ ക്ലാരൻസോ ആയിരിക്കും ഡോക്ടർ ബോബിനെ പറ്റിയും ബിൽ ഡബ്ല്യുവിനെ പറ്റിയും പറഞ്ഞ് നിന്റെ മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടാൻ ഇവരുടെ അടുത്ത് പോകാൻ എന്ന് പറഞ്ഞത് ഒരു പക്ഷെ ഇവരായിരിക്കാം. എർണി ഡോക്ടർ ബോബിനെയും കാണാനായിട്ട് വളരെയധികം താല്പര്യം കാണിച്ചു. വളരെ താമസിയാതെ തന്നെ ഡോക്ടർ ബോബിനെ കണ്ടുമുട്ടി. അവനെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. ഏതാനും ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അവന്റെ തല നേരെയായി എന്ന്, അല്ലെങ്കിൽ അവന്റെ നെർവൊക്കെ, അവന്റെ ഞരമ്പുകളൊക്കെ ശരിയായി സെറ്റിലായി എന്നൊക്കെ ഡോക്ടർ ബോബ് എഴുതി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് പുറത്ത് ഇറങ്ങിയിരുന്നു. ഏകദേശം 6 ദിവസത്തെ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇറങ്ങി. ഡോക്ടർ ബോബിനെയും ബിൽ ഡബ്ല്യുവിനെയും ബിൽ ഡിയെയും, ഡോക്ടർ ബോബ്, ബിൽ ഡബ്ല്യു, ബിൽ ഡി, ഈ 3 പേരെയും അവൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവനോട് ഈ പ്രോഗ്രാമിനെ പറ്റി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്.
അവൻ പരിശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. അവൻ അത് പ്രവർത്തിക്കുകയും അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു വർഷത്തോളം സോബറായതിനു ശേഷം അദ്ദേഹം 7 മാസം സ്ലിപ്പായി. അപ്പം 7 മന്ത് സ്ലിപ്പ് എന്ന് പറഞ്ഞാല് സുബോധാവസ്ഥയിൽ കൂടുതൽ കാലം നിന്നിട്ട് 7 മാസത്തോളം കുടിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി 7 മാസമാണ് അദ്ദേഹത്തിന്റെ വീഴ്ച. ഈ വീഴ്ചകളിലെല്ലാം അദ്ദേഹം വളരെയധികം പ്രശ്നത്തിലാവുകയും അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ വളരെ ബ്ലെയറി ആയിട്ടുള്ള ഐ ആവുകയും അദ്ദേഹം സഹായം ആവശ്യപ്പെടുകയും പറയും. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ 7 മന്ത് സ്ലിപ്പറിനെ പറ്റി അല്ലെങ്കിൽ എന്റെ പരാജയത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചിരുന്നില്ല. ഏതായാലും വളരെ പെട്ടെന്ന് അവളുടെ ഗ്രേഡ് സ്കൂൾ കഴിഞ്ഞപ്പോൾ സ്യൂവിന് വിവാഹം കഴിയുന്നു. ഒരു പക്ഷേ ഈ സ്യൂ എന്ന് പറയുന്ന അവർക്ക് ഒരു റേ വിൻഡോസ് എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഡോക്ടർ ബോബിനും ബിൽ ഡബ്ല്യൂനും ഈ പറയുന്ന എർണിയുമായിട്ട് വിവാഹം ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. അതേ സമയത്ത് മറ്റൊരു ആൺകുട്ടിയുമായിട്ട് അവളെ വിവാഹം ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഡോക്ടർ ബോബിന്റെയോ ആനിയുടെയോ വാക്കുകൾ കേൾക്കാതെ ഇവര് വിവാഹം ചെയ്തു എന്നാണ് ചരിത്രകാരൻ പറയുന്നത്. വളരെ തുടർച്ചയായി ഈ എർണിയെ സഹായിക്കാനായിട്ട് ഡോക്ടർ ബോബ് ജിജ്ഞാസ കാണിച്ചു. എർണി ആകട്ടെ റേ എന്ന് പറയുന്ന മറ്റൊരു ബോയ് ഫ്രണ്ടിൽ നിന്ന് ഇവളെ അകറ്റി നിർത്താനായിട്ട് പലപ്പോഴും ശ്രമിച്ചു. എപ്പോഴും ഡോക്ടർ ബോബ് ഈ റൊമാൻറ്റിക് ആകാനായിട്ട് അല്ലെങ്കിൽ സ്യൂവിന് എർണിയുമായിട്ട് റൊമാൻറ്റിക് ആകാനായിട്ട് അവൻ വളരെയധികം എർണി ശ്രമിക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. റേയുമായിട്ടുള്ള ഒരു ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം ആണ് സ്യൂ എർണിയെ വിവാഹം ചെയ്യുന്നത്. 1941 സെപ്റ്റംബറിൽ വിവാഹം ചെയ്യുമ്പോഴും അവൻ കുടിക്കുന്നുണ്ട്. ഈ മാരേജിനെ പറ്റി ഒരു പക്ഷേ ഡോക്ടർ ബോബിനും ആനിക്കും അറിയില്ല. ഇതെല്ലാം അവരറിയുന്നത് പത്രത്തിൽ വാർത്തയായിട്ട് വന്നപ്പോഴാണ്, വിവാഹിതരായെന്ന് വാർത്തയായപ്പോഴാണ്. അപ്പൊ അവർ അത്ഭുതപ്പെട്ടു. പിന്നീട് ഒരിക്കൽ പോലും ഡോക്ടർ ബോബും എന്നെയും തുടർച്ചയായി ബന്ധപ്പെടുകയോ ചേർന്ന് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. എന്താണ് അവന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് സ്യൂവിനും അറിയത്തില്ലായിരുന്നു. ഒരു പക്ഷേ പിന്നീട് പറയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത്, ഈ മീറ്റിംഗിൽ സംസാരിക്കുന്നതിന് അദ്ദേഹം പണം ആവശ്യപ്പെട്ടു എന്നാണ്. പീരിയോഡിക്കലി ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള റിലാപ്സുകൾ അവന് സ്വന്തമായിരുന്നു. അതവന് കൂടുതൽ അവനെ മോശ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അവർക്ക് രണ്ടുപേർക്കും 2 മക്കളുണ്ട്. മിക്കി എന്ന് പറയുന്ന ഒരു സണ്ണും മകനും ബോണ എന്ന് പറയുന്ന മകളുമുണ്ട്. അവര് ഡൈവേഴ്സ് ആകുന്നത് 1965-ലാണ്. അതിനുശേഷം സ്യൂ റേ ആദ്യമായി ബന്ധം വേർപെടുത്തിയ തന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് വീണ്ടും അവള് വിവാഹം ചെയ്യുന്നുണ്ട്. ജൂൺ 11, 1969. ബോണ പിന്നീട് ഈ ഇവരുടെ, അതായത് എർണിയുടെയും സ്യൂവിന്റെയും മകളായ ബോണ സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. അവൾ ആദ്യം അവളുടെ 6 വയസ്സുള്ള മകളെ കൊന്നതിന് ശേഷമാണ് അവൾ വെടിവെച്ച് മരിക്കുന്നത്. 23 വയസ്സുള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒരിക്കൽ പോലും സ്യൂവിനോ എർണിക്കോ ഇത്തരം ഒരു സംഭവത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ കഴിഞ്ഞില്ല. ബോണ എന്ന് പറയുന്ന അവരുടെ മകൾ ജൂൺ 11, 1969 ആണ് മരിക്കുന്നത്. ഹി ഡെഡ് 2 years later to the day, ജൂൺ 11. അതായത് വെടിയേറ്റതിന് ശേഷം 2 ദിവസത്തിന് ശേഷം ആണ് അവര് മരണം വരിക്കുന്നതെന്ന് ചരിത്രകാരൻ പറയുന്നത്. ഏതായാലും ഇതൊരു ആമുഖമായിട്ട് അവരുടെ ഒരു ജീവചരിത്രത്തെ പറ്റി പറഞ്ഞതിന് ശേഷം നമുക്ക് നേരിട്ട് നമ്മുടെ വായനയിലേക്ക് പോകാം. നമ്മൾ സാധാരണ പുസ്തകത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ വായിച്ചതിന് ശേഷം മലയാളത്തിൽ വായിക്കുകയാണ്, മലയാളത്തിൽ പറയുകയാണ് നമ്മൾ ചെയ്യുക. ദ 7 month സ്ലിപ്പ്, 7 മാസക്കാലത്തെ വീഴ്ച. നമുക്ക് തുടങ്ങേണ്ടത്, ഹിയർ വാസ് റിലീജിയൻ പുട്ട് ടു മീ ഇൻ ഡിഫറെന്റ്
ഇവിടെ മതം എന്നിൽ വേറെ രീതിയിൽ അവരെ അടിച്ചേൽപ്പിച്ചു. ആൻഡ് പ്രസന്റഡ് ബൈ 3 പാസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻ ലിക്വർ ഗസ്ലിംഗ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദെയർ സ്റ്റോറീസ് ഐ ഡിസൈഡ് ടു ഗീവ് ഇറ്റ് എ ട്രൈ. അപ്പൊ എർണി പറയാണ്, അതായത് അവരുടെ ഈ പറയുന്ന മതത്തിന്റെ ഒരു വേറെ രീതിയിലാണ് അവരെ എന്റെ മേൽ അടിച്ചേൽപ്പിച്ചത്. പക്ഷെ അവരാ പറഞ്ഞ കാര്യം ഞാനൊന്ന് പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് വർക്ക്. അത് വർക്ക് ചെയ്തു. ആസ് ലോങ് ആസ് ഐ അലൗഡ് ഇറ്റ് ടു ഡു സോ. അങ്ങനെ ചെയ്യാൻ ഞാൻ അനുവദിച്ചതുകൊണ്ട് അത് വർക്ക് ചെയ്തു. ആഫ്റ്റർ എ ഇയർ ഓഫ് ലേണിംഗ് ന്യൂ വേസ് ഓഫ് ലിവിങ്, അതായത് ഒരു വർഷക്കാലത്തേക്ക് ഈ പുതിയ ജീവിത രീതി പഠിച്ചതിന് ശേഷം ന്യൂ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഡിസൈഡ്സ്, പുതിയ മനോഭാവങ്ങളും ആഗ്രഹങ്ങളും, ഐ ബിക്കേം സെൽഫ് കോൺഫിഡന്റ് ആൻഡ് ദെൻ കെയർലെസ്. അങ്ങനെ ഞാൻ ആത്മവിശ്വാസം നേടിയെടുത്തു, പക്ഷെ അശ്രദ്ധയോടെ നീങ്ങി. ഐ സപ്പോസ് യു വുഡ് സേ ഐ ഗോട്ട് ടു ഫീലിംഗ് ടു ഷുവർ ഓഫ് മൈസെൽഫ് ആൻഡ് സോ വി. ഫസ്റ്റ് ഇറ്റ് വാസ് എ ബിയർ ഓൺ സാറ്റർഡേ നൈറ്റ്സ് ആൻഡ് ദെൻ ഇറ്റ് വാസ് എ ഫൈൻ ഡ്രിങ്ക്. അതായത് അവന് വളരെ ഫീലിംഗ് വളരെ നന്നായി പെരുമാറും, അല്ലെങ്കിൽ എനിക്ക് ഇനി കുടിക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരു ശനിയാഴ്ച രാത്രി വീണ്ടും ബിയർ കുടിച്ചു. അങ്ങനെ അവൻ ഡ്രങ്കായി. ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ഐ ഹാഡ് ഡൺ ടു ബ്രിങ് മൈസെൽഫ് ടു ദിസ് ഓൾഡ് ഗ്രിഫ്. വീണ്ടും ഞാൻ ആ പറയുന്ന പഴയ ഇരുട്ടിലേക്ക്, അല്ലെങ്കിൽ പഴയ ആ ശൈലിയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഐ ഹാഡ് ട്രൈ ടു ഹാൻഡിൽ മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. ഓൺ ദ സ്ട്രെങ്ത് ഓഫ് മൈ ഓൺ ഐഡിയാസ് ആൻഡ് പ്ലാൻസ്. എൻ്റെ സ്വന്തം ആശയത്തിലും എൻ്റെ സ്വന്തം പ്ലാനിലും ഞാൻ അങ്ങനെ ആശ്രയിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ടു ഗോഡ്, അതായത് ദൈവത്തിലേക്ക് നോക്കാതെ ഞാൻ അങ്ങനെ ചെയ്തു. ഫോർ ദ ഇൻസ്പിറേഷൻ ആൻഡ് ദ സ്ട്രെങ്ത്, അതായത് എനിക്ക് മീറ്റിംഗിൽ നിന്ന് കിട്ടിയ ചില ആശയങ്ങളിൽ നിന്നും ആ ശക്തിയിൽ നിന്നും പ്രചോദനത്തിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിലേക്ക് നോക്കാതെ ഞാൻ എൻ്റെ സ്വന്തം ആശയത്തിലും പ്ലാനിലും നന്നായി ജീവിക്കാൻ ശ്രമിച്ചു. ബട്ട് ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഞാൻ ഒരു കാര്യവും ഇതിനു വേണ്ടി ചെയ്തില്ല. ഐ തോട്ട് ടു ഹെൽ വിത്ത് എവരിബഡി. എല്ലാവരോടും ഒരു പുച്ഛ മനോഭാവമാണ് അവൻ കാണിച്ചിരുന്നത്. ഐ ആം ഗോയിങ് ടു ഡു ആസ് ഐ പ്ലീസ്. എനിക്ക് ഇഷ്ടപോലെ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ ഞാൻ ചെയ്തു തുടങ്ങി. സോ ഐ ഫ്ലോണ്ടഡ് അറൌണ്ട് ഫോർ 7 months refusing help from any quarter. അപ്പോൾ വീണ്ടും ഞാൻ വീണു. 7 മാസം തുടർച്ചയായി ഞാൻ ഒരു സഹായം ആവശ്യപ്പെടാതെ വീണു. ബട്ട് വൺ ഡേ ഐ വോളണ്ടിയർഡ് ടു ടേക്ക് അനദർ ഡ്രിങ്ക് ഓൺ എ ട്രിപ്പ് ടു സോബർ ഹിം അപ്പ്. അങ്ങനെ ഞാൻ മറ്റൊരാളെ സുബോധവാനാക്കാനായിട്ട് പുറപ്പെട്ടു. വെൻ വി ഗോട്ട് ബാക്ക് ടു ടൗൺ വി വേർ ബോത്ത് ഡ്രങ്ക്. അങ്ങനെ ഞാനും അവനും വീണ്ടും കുടിച്ചു. ആൻഡ് വെൻ ടു എ ഹോട്ടൽ ടു സോബർ അപ്പ്. വീണ്ടും ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയി അഡ്മിറ്റായി അവിടെ സുബോധാവസ്ഥയിലാകാൻ ശ്രമിച്ചു. ദെൻ ഐ ബിഗാൻ ടു റീസൺ ദ തിങ്സ് ഔട്ട്. അങ്ങനെ ഞാൻ പല കാരണങ്ങളും കണ്ടെത്താൻ തുടങ്ങി. ഐ ഹാഡ് ബീൻ എ സോബർ ഹാപ്പി മാൻ ഫോർ എ ഇയർ. ഒരു വർഷക്കാലം ഞാനൊരു സുബോധവാനും വളരെ സന്തോഷവാനുമായിരുന്നു. ലിവിങ് ഡീസെന്റ്ലി, വളരെ നന്നായി ജീവിച്ചു. ആൻഡ് ട്രൈങ് ടു ഫോളോ ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഇച്ഛയെ ഞാൻ ഫോളോ ചെയ്തു. നൗ ഐ വാസ് അൺഹെവൻ ആൻഡ് സ്കെപ്റ്റ് ഇൽ ലുക്കിംഗ് ബ്ലേഡ് ഏഴ്സ്. ഞാനിപ്പോൾ വളരെ നരക ജീവിതമാണ് നയിക്കുന്നത്. വളരെ അസുഖകരമായ കാഴ്ചയാണ് എന്നെ കാണുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന. എൻ്റെ കണ്ണുകൾ നിരാശ ബാധിച്ചിരിക്കുന്നു. ഐ ഡിസൈഡഡ് ദെൻ ആൻഡ് വെന്റ് ബാക്ക് ടു മൈ ഫ്രണ്ട്സ്. വീണ്ടും ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഹു ഓഫേർഡ് മീ ഹെൽപ്പ്, അവരെനിക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ആൻഡ് ഹു നെവർ ലെക്ചേർഡ് മീ ഓൺ മൈ 7 month ഫെയിലിയർ. എൻ്റെ 7 മാസത്തെ പരാജയത്തെ കുറിച്ച് ഒരിക്കൽ പോലും അവരെന്നെ എനിക്കൊരു പാഠം പറഞ്ഞു തന്നൊന്നുമില്ല. ദാറ്റ് വാസ് മോർ ദാൻ എ ഇയർ അഗോ. ഒരു വർഷക്കാലം മുമ്പാണ്. ഐ ഡോണ്ട് സേ നൗ ദാറ്റ് ഐ ക്യാൻ ഡു എനിത്തിങ്. ഇപ്പൊ ഞാൻ ഒന്നും പറയില്ല, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഐ ഓൺലി നോ വാട്ട് ആസ് ലോങ് ആസ് ഐ സീ ഗോഡ്സ് ഹെൽപ്പ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി. എനിക്ക് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി, ദൈവത്തിന്റെ സഹായം കിട്ടിയാൽ മാത്രമേ എൻ്റെ കഴിവ് പരമാവധി എനിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ജസ്റ്റ് ലോങ് ആസ് സോ ലോങ് വിൽ ലുക്കൗട്ട് നെവർ ബോദർ മീ. അതുകൊണ്ട് തന്നെ ഇതുവരെയും മദ്യം എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ 7 month സ്ലിപ്പ് എന്ന് പറയുന്ന ഡോക്ടർ ബോബിന്റെ മകളെ വിവാഹം ചെയ്ത എർണിയുടെ കഥ അവസാനിക്കുന്നത്. അടുത്തത് മൈ വൈഫ് ആൻഡ് ഐ എന്നുള്ള കഥയാണ്. നമുക്ക് ആ കഥയുടെ ഒരു ബയോഗ്രാഫിയിലേക്ക് പോയതിനു ശേഷം വീണ്ടും നമുക്ക് കഥയിലേക്ക് വരാം. എന്താണ് മൈ വൈഫ് ആൻഡ് ഐ? അത് എഴുതിയത് ടോം എൽ എന്ന് പറയുന്ന അക്രോൺ ഒഹായോയിലെ ഒരു മെമ്പർ തന്നെയാണ്. ടോം എൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പേജ് നമ്പർ 287 അദ്ദേഹത്തിന്റെ കഥ, ഫസ്റ്റ് എഡിഷനിൽ അദ്ദേഹത്തിന്റെ കഥ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് സോബറിറ്റി അല്ലെങ്കിൽ സുബോധാവസ്ഥയുടെ ഇത് പറയുന്നത് നവംബർ 1935.
1937 ഡിസംബറിൽ, അതായത് ഏകദേശം 2 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും സ്ലിപ്പായി എന്നും ഡോക്ടർ ബോബിനെ വീണ്ടും അദ്ദേഹത്തിന്റെ വൈഫായ മെബെല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടർ ബോബിനെ അപ്രോച്ച് ചെയ്തെന്നും സമീപിച്ചുവെന്നും അതിനുശേഷം അദ്ദേഹം സോബറായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഥയുടെ പേര് മൈ വൈഫ് ആൻഡ് ഐ എന്നാണ്, എന്റെ ഭാര്യയും ഞാനും. ടോം ഒരു ഫാം ഹൗസിലാണ് വളർന്നു വന്നത്. അവന് വളരെ ചെറിയൊരു വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആഫ്റ്റർ വേൾഡ് വാർ ഫസ്റ്റ് ഹി വർക്ക്ഡ് ഇൻ ഈ വേൾഡ് വാറിന് ശേഷം ചില ഫാക്ടറികളിലും നല്ല വേജസിലാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അയാള് മെബെല്ലയെയാണ് മാരി ചെയ്തത്. അവളാകട്ടെ നല്ലൊരു വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിരുന്നു. നല്ലൊരു കോമൺ സെൻസും ഈ പറയുന്ന ബിസിനസ്സിലേക്ക് നല്ലൊരു ദർശനമുള്ള, എല്ലാ തരത്തിലും ആളുകളെ സഹായിക്കാനായിട്ടുള്ള ഒരു ഹെൽപ്മേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള, മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു മനോഭാവമുള്ള സ്ത്രീയായിരുന്നു മെബെല്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി അവരുടെ ഈ സ്ഥലത്ത് ഒരു ഗ്രോസറി സ്റ്റോർ, പല ചരക്ക് കട തുടങ്ങുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വേറൊരു കടയും കൂടി വാങ്ങി. പിന്നീട് എല്ലാ നിരാശയും ബാധിച്ചുകൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു. വളരെ നിരാശനായി ഈ 2 കടകളും നഷ്ടപ്പെട്ടതുകൊണ്ട് നിരാശയായി. വീണ്ടും അദ്ദേഹം ടോം ഫാക്ടറി ഡ്യൂട്ടികളിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം അദ്ദേഹം ഒരു റെസ്റ്റോറന്റ് തുടങ്ങുകയാണ്. അവിടെയും അദ്ദേഹത്തിന്റെ വൈഫ് അയാളെ സഹായിക്കാനായി ഉണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ടോമിന് വളരെയധികം ഉള്ള കുടിപ്രശ്നം ഉണ്ടാകുന്നത്. പലപ്പോഴും വൈഫ് അയാളെ ഇതാകുകയും ഒരാഴ്ച കാലത്തേക്ക് ടോമിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവൾ മാറി താമസിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം റെസ്റ്റോറന്റ് വിൽപ്പന നടത്തി. പല ജോലികളും അദ്ദേഹത്തിന് കിട്ടാനായിട്ട് ഒരു ഹാർഡ് ടൈം, അല്ല വളരെ കഠിനമായിട്ടുള്ള സമയം ആയിരുന്നു അത്. കുറച്ചു കാലമൊക്കെ അദ്ദേഹം കുടിക്കാതിരുന്നു. അതിന് ഒരു കാരണം പറയുന്നത് മദ്യം വാങ്ങാനുള്ള പണമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം കുടിക്കാതിരുന്നത് എന്നാണ്. എങ്ങനെയെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുമ്പോൾ അദ്ദേഹം വീണ്ടും കുടിച്ച് മോശപ്പെട്ട അവസ്ഥയിലെത്തിയിരുന്നു. അദ്ദേഹത്തിന് ഈ പറയുന്ന റൂഫ് അല്ലെങ്കിൽ മേൽക്കൂരകൾ, പെരയുടെ മേൽക്കൂര റിപ്പയർ ചെയ്യുന്ന പണികളും അതിന്റെ ഇൻസ്റ്റാളേഷനും ഒക്കെയാണ് അദ്ദേഹം, അല്ലെങ്കിൽ മേൽക്കൂര പണിയുന്ന ജോലിയൊക്കെ ആയിരുന്നു. ഈ ഷോപ്പുകളിൽ അതിനുശേഷം വൈഫും പല ജോലികൾ ചെയ്തു. പ്രത്യേകിച്ച് ഷോപ്പുകളിലെ ജോബുകള്, ബുക്കുകൾ കീപ്പ് ചെയ്യുന്നത്, ഹൗസ് അല്ലെങ്കിൽ വീടുകൾ നോക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ജോലികളുമായിട്ട് അയാൾ മുന്നോട്ട് പോയി. ഈ ടോം വളരെയധികം വീട്ടിൽ വളരെയധികം പ്രശ്നക്കാരനായി മാറി. മെബെല്ലയാണെങ്കിൽ ഫ്രണ്ട്സിനോടും ബിസിനസ് അസോസിയേറ്റ്സിനോടും അപ്പൊ ഇവനോട് എങ്ങനെയെങ്കിലും സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, മദ്യപാനം നിർത്താനായിട്ട്. പക്ഷെ അവര് തമ്മിലുള്ള വഴക്കുകളിലാണ്, പലപ്പോഴും കൂട്ടുകാരായിട്ടും ബിസിനസ് അസോസിയേറ്റ്സ് ഒക്കെ ആയിട്ടുള്ള വഴക്കുകളിലാണ് അത് അവസാനിച്ചത്. ഒരു വളരെ മോശപ്പെട്ട സമയത്താണ് ഇദ്ദേഹം മെബെല്ല അവനെ വിട്ടുപിരിഞ്ഞ് മാറി താമസിക്കാൻ തീരുമാനിക്കുന്നത്. പിന്നീട് അവൾ തിരിച്ചു വന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്നോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ തിരിച്ചു വരികയാണ്. അങ്ങനെ അവസാനം ടോം ഈ അഡ്മിറ്റ് ചെയ്തു, എനിക്ക് കൂടി നിർത്തണം, അല്ലെങ്കിൽ അവന് ആവശ്യമുണ്ടെന്ന് അവൻ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അവള് ഡോക്ടർ ബോബുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു മാർഗം അവൾക്ക് തെളിഞ്ഞു കിട്ടി. ഇങ്ങനെയാണ് ഡോക്ടർ ബോബിന്, നിന്റെ ഭർത്താവിന് കൂടി നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവന് ഇപ്പൊ താൽക്കാലികമായിട്ട് ഒരു ശമനത്തിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവന് ഈ കുടിയുടെ ഈ റോഡിലൂടെ അവസാനം എത്തിയോ? ഏതായാലും ഇതൊക്കെ ചോദിച്ചപ്പോഴും അടുത്ത രാവിലെ തന്നെ ഡോക്ടർ ബോബിന്റെ ഈ ആശുപത്രിയിൽ ടോം അഡ്മിറ്റായി. അവസാനം ഒരു റിലാപ്സിന് ശേഷം വീണ്ടും അവനോട് സംസാരിച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹം, ഞാൻ പറഞ്ഞു ആദ്യമേ, ഒരു 2 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം അദ്ദേഹം വീഴുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആ വീഴ്ച, അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ടോം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ പ്രോഗ്രാം ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ തെറ്റുകൾ ദൈവത്തോട് സമ്മതിക്കുകയും
ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മളിലെ ആളുകളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുകയും ചെയ്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉം, മെബല്ല മറ്റ് മദ്യാസക്തരുടെ ഭാര്യമാരെയും സഹായിക്കാനായി ശ്രമിച്ചിരുന്നു എന്ന് ഡോക്ടർ ബോബ് പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വൈഫ് ഓഫ് വാലിജിയുടെ വൈഫിനോട് സംസാരിക്കുന്നതും അതിന്റെ ഫയർഡ് അഗെയിൻ എന്ന് പറയുന്ന പുസ്തകം നമുക്ക് ഇനി വരാനുണ്ട് കഥ. അത് ആ കഥയിലെ വാലിജിയുടെ വൈഫുമായിട്ട് ആനബെല്ല സംസാരിക്കുന്നതൊക്കെ ആയിട്ട് ഡോക്ടർ ബോബ് പിന്നീട് പറയുന്നുണ്ട്. അതായത് 2 മണിക്കൂറുകൾക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി 2 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം കുടിക്കാൻ പോയപ്പോഴാണ് ഈ പറയുന്ന ഭാര്യ മേബല്ലയെ വിളിക്കുന്നത്. മേബല്ല അവരായിട്ട് സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതൊരു ചെറിയ ചരിത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ജീവചരിത്രം പോലെ പറഞ്ഞതിന് ശേഷം നമുക്ക് മൈ വൈഫ് ആൻഡ് ഐ എന്ന് പറയുന്ന ടോമിന്റെ കഥയിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം സ്വന്തമായി എഴുതി വെച്ചിരിക്കുന്ന കഥയിലേക്ക് പോകാം. പേജ് നമ്പർ 287 ആദ്യത്തെ എഡിഷനിൽ മൈ വൈഫ് ആൻഡ് ഐ, എന്റെ ഭാര്യയും ഞാനും. കമ്മിങ് ഫ്രം എ ഫാം ബോയ്ഹുഡ്, അതായത് ഒരു ഫാമിലെ ഒരു വലിയൊരു കൃഷിയിടമാണ് അവിടുത്തെ ഒരു കുട്ടിക്കാലത്തിന് ശേഷം വിത്ത് ദ കോമൺ എഡ്യൂക്കേഷൻ ഓഫ് ദ ലിറ്റിൽ റെഡ് സ്കൂൾ ഹൗസ്, ചെറിയൊരു വിദ്യാഭ്യാസത്തിന് ശേഷം ഐ ഹാർഡ് വർക്ക്ഡ് ഡ്യൂറിങ് ദ വാർ, ഞാൻ യുദ്ധത്തിലും പങ്കെടുത്തു. ആൻഡ് ആഫ്റ്റർവേർഡ്സ് ഫോർ 7 years അറ്റ് ഹൈ വേജസ് ഇൻ എ ബ്ലൂമിംഗ് ഇൻഡസ്ട്രിയൽ ടൗൺ. അതിനുശേഷം 7 വർഷക്കാലം ഞാൻ വലിയൊരു ശമ്പളത്തില് വ്യാവസായിക അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഹാർഡ് സേവ്ഡ് കൺസിഡറബിൾ മണി, ഞാൻ കുറെ പണം കാത്തു സൂക്ഷിച്ചു. ആൻഡ് ഫൈനലി മാരീഡ് ഏബിൾ വെൽ എഡ്യൂക്കേറ്റഡ് വുമൺ. അതിനുശേഷം ഞാൻ ഒരു കഴിവുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. ഹു ഹാഡ് ആൻ അൺയൂഷ്വൽ ഗിഫ്റ്റ് ഓഫ് കോമൺ സെൻസ്, അവൾക്ക് വളരെയധികം സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ മോർ ദാൻ ദ ആവറേജ് ബിസിനസ് വിഷൻ, അവൾക്ക് ചില ബിസിനസിന്റെ കാര്യത്തിൽ ചില ദർശനങ്ങൾ ഉണ്ടായിരുന്നു. എ ട്രൂ ഹെൽപ്മേറ്റ് ഇൻ എവരി വേ, എല്ലാ കാര്യത്തിലും അവള് നല്ലൊരു സഹായിയായിരുന്നു. ഇൻ അവർ ഏർലി 20s, ആദ്യത്തെ 20 വർഷക്കാലം വി ആർ ബോത്ത് അംബീഷ്യസ് ആൻഡ് ഹാർഡ് ബൗണ്ട്ലെസ് വിത്തിൻ അവർ എബിലിറ്റി ടു സക്സീഡ്. ആദ്യത്തെ 20 വർഷക്കാലത്തെ വിവാഹ ജീവിതത്തിൽ വളരെയധികം ബന്ധത്തില്, വിശ്വാസത്തില്, പരസ്പര വിശ്വാസത്തിന്റെ കാര്യത്തില് വളരെയധികം കഴിവുള്ളവരും വിജയിച്ചവരുമായിരുന്നു. വി ടോക്ക്ഡ് ഓവർ ദ ഫ്യൂച്ചർ ഓൾ ദ ടൈം, ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് ഞങ്ങൾ എപ്പോഴും സംസാരിച്ചിരുന്നു. എക്സ്ചേഞ്ച് ഐഡിയാസ്, ആശയങ്ങൾ കൈമാറിയിരുന്നു. ആൻഡ് റിയലി പ്ലാനഡ് അവർ വേ ഇൻ ലൈഫ്, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എപ്പോഴും പ്ലാനുകൾ ഉണ്ടായിരുന്നു. ജസ്റ്റ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി, ഞാൻ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടപ്പോൾ ഈവൻ അറ്റ് ഹൈലി പെയ്ഡ് പീസ് വർക്ക്, അതായത് ധാരാളം ശമ്പളം കിട്ടുന്ന ഒരു വർക്ക് കൂടിയായിരുന്നു. ആൻഡ് സേവിങ് ഔട്ട് ഓഫ് മൈ വേജസ്, ഞാൻ എൻ്റെ കൂലിയെല്ലാം പണമെല്ലാം കാത്തു സൂക്ഷിച്ചു വെച്ചു. ഡിഡ് നോട്ട് സീം ടു അസ് ടു ബി ദ ബെസ്റ്റ് വേ ടു ഡു. വി ടോക്ക്ഡ് തിങ്സ് ഓവർ ആൻഡ് ഡിസൈഡ് ടു സ്ട്രൈക്ക് ഔട്ട് ഫോർ അവർ സെൽസ്, ഞങ്ങളെ കുറിച്ച് പറയുകയും പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അവർ ഫസ്റ്റ് വെഞ്ചർ എ നെയ്ബർഹുഡ് ഗ്രോസറി സ്റ്റോർ, ഞങ്ങളുടെ ആദ്യത്തെ സംരംഭം എന്ന് പറയുന്നത് ഞങ്ങളുടെ പറയുന്ന അയൽപക്കത്തിലെ ഒരു പലചരക്ക് കടയാണ്. അനദർ നെയ്ബർഹുഡ് സ്റ്റോർ, വീണ്ടും മറ്റൊരു സ്റ്റോറും കൂടി ഞങ്ങൾ എടുത്തു. ഇൻ ആൻ ഐഡിയൽ ലൊക്കേഷന് അറ്റ് എ നിയർ ബൈ സമ്മർ റിസോർട്ട് ലുക്ക്ഡ് ഗോ ടു അസ്. അപ്പം വേറെ ഒരെണ്ണം കൂടി എടുക്കാനുള്ള കാരണം അത് ഞങ്ങൾക്ക് നോക്കിയപ്പോൾ നന്നായി തോന്നി, അതുകൊണ്ട് ആ കടയും കൂടി എടുത്തു. വി ബോട്ട് ഇറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ഇൻ ടു മേക്ക് ഇറ്റ് ഗോ. ഏതായാലും ഞങ്ങൾ അത് വാങ്ങുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ദെൻ കെയിം എ ബിസിനസ് സ്ലാം അഫക്റ്റിംഗ് ദ ഹോൾ കൺട്രി, അതായത് പിന്നീട് ഈ രാജ്യം മുഴുവൻ വ്യാപിച്ച ഒരു ബിസിനസ് പരാജയം ഞങ്ങളെയും ബാധിച്ചു. വിത്ത് ഫ്യൂവർ കസ്റ്റമേഴ്സ്, വളരെ കുറഞ്ഞ കസ്റ്റമേഴ്സ് പിന്നീട് ഉണ്ടായുള്ളൂ. ഐ ഹാഡ് ലോട്ട്സ് ഓഫ് ടൈം ഓൺ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ ഒരുപാട് സമയം കയ്യിലുണ്ടായിരുന്നു. ആൻഡ് വാസ് ഗെറ്റിംഗ് ടു ലൈക്ക് ഹൈ പവേർഡ് ഹോം ബ്രൂ ആൻഡ് ദ പൊട്ടന്റ് ലിക്വേഴ്സ് ഓഫ് പ്രൊഹിബിഷൻ ഡേയ്സ് എൻറ്റയർലി ടു വെൽ. എനിക്ക് ഐ ഹാഡ് ലോസ്റ്റ് ഓഫ് ടൈം ഓൺ മൈ ഹാൻഡ്സ്, എൻ്റെ കയ്യിൽ ഒരുപാട് സമയമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ മദ്യം വാറ്റി കുടിക്കാൻ തുടങ്ങി. അതും മദ്യനിരോധന കാലഘട്ടമായിരുന്നു. എല്ലാം നന്നായി പോയി തുടങ്ങി. ദാറ്റ് ഡിഡിന്റ് ഹെൽപ്പ് ദ ബിസിനസ്, അത് ബിസിനസ്സിനെ സഹായിച്ചില്ല. വി ഫൈനലി ഷട്ട് അപ്പ് ഷോപ്പ്, ഞങ്ങൾക്ക് ആ ഷോപ്പ് അടയ്ക്കേണ്ടി വന്നു. ജോബ്സ് വെയർ സ്കേർഡ്, ആ സമയത്താണെങ്കിൽ വളരെയധികം ജോലികളൊന്നുമില്ല. ബട്ട് ബൈ പെർസിസ്റ്റൻസ് ഐ അഗൈൻ ഫൗണ്ട് എ ഫാക്ടറി ജോബ്. ഏതായാലും തുടർച്ചയായിട്ടുള്ള നിരസിക്കലുകൾക്ക് ശേഷം എനിക്കൊരു ഫാക്ടറിയിൽ ജോലി കിട്ടി. ഇൻ എ ഫ്യൂ മന്ത്സ് ദ ഫാക്ടറി ക്ലോസ് ഡൗൺ, പക്ഷെ കുറച്ച് മാസത്തിനുള്ളിൽ ആ ഫാക്ടറി അടച്ച് പൂട്ടപ്പെട്ടു. വി ഹാഡ് അഗെയിൻ അക്കുമുലേറ്റഡ് എ സ്മോൾ സ്റ്റേക്ക്
ആൻഡ് സിൻസ് ദ ജോബ് സിറ്റുവേഷൻ ഷോഡ് നോ ഇംപ്രൂവ്മെന്റ്. ഏതായാലും ഞങ്ങൾക്ക് ഒരു ചെറിയ പരാജയം ഉണ്ടായി. ഞങ്ങൾക്ക് ജോലിയുടെ സാഹചര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. വി തോട്ട് വി വുഡ് ട്രൈ ബിസിനസ് അഗൈൻ. ഞങ്ങൾ വിചാരിച്ചു വീണ്ടും ബിസിനസ് തുടങ്ങാമെന്ന്. ദിസ് ടൈം വി ഓപ്പൺഡ് എ റെസ്റ്റോറന്റ്. ഈ സമയത്ത് ഞങ്ങൾക്ക് വിചാരിച്ചത് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാം ഇൻ എ സെമി റൂറൽ സെക്ഷൻ, വളരെ ഒരു റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. ആൻഡ് ഫോർ എ ടൈം ഓൾ വെന്റ് വെൽ. ആ സമയം നന്നായി കടന്നുപോയി. മൈ വൈഫ് ഓപ്പൺ അപ്പ് ഇൻ ദ മോർണിംഗ്. എന്റെ ഭാര്യ റെസ്റ്റോറന്റ് രാവിലെ തുറക്കും. ഡിഡ് ഓൾ ദ ബേക്കിംഗ്. അവൾ ബേക്കിംഗ് ചെയ്യും. ആൻഡ് കുക്കിംഗ് ആൻഡ് വെയിറ്റഡ് ഓൺ ട്രേഡ്. അവൾ കുക്കിംഗ് ചെയ്യുമായിരുന്നു. അതിനുശേഷം അവൾ വെയിറ്റ് ചെയ്യും ആളുകൾ വരാൻ വേണ്ടി. ആ റിലീവ്ഡ് ഹെർ ലേറ്റർ ഇൻ ദ ഡേ. അവള് പകൽ സമയത്ത് അവളെ ഞാൻ വീട്ടിലേക്ക് വിടും. ആൻഡ് സ്റ്റേഡ് ഓപ്പൺ ലേറ്റ് ടു ക്യാച്ച് എവറി പോസിബിൾ ബൈറ്റ് ഓഫ് ബിസിനസ്. ഞാൻ വളരെയധികം താമസിച്ച് കടയിൽ ഇങ്ങനെ ഇരിക്കും. എല്ലാ തരത്തിലുള്ള ബിസിനസ്സിനെയും ഞാൻ വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവർ പ്ലേസ് ബിക്കം എ റെഗുലർ ഹാങ് ഔട്ട് ഫോർ ഗ്രൂപ്പ്സ്. ഞങ്ങളുടെ ബിസിനസ് സ്ഥിരമായിട്ടുള്ള ഒരു ഹാങ് ഔട്ട് റൂമായിട്ട് മാറി. അതായത് വളരെ താമസിച്ചു വരുന്ന കസ്റ്റമേഴ്സിനും അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളായി. ഹു ഷോഡ് അപ്പ് വിത്ത് എ ബോട്ടിൽ എവരി നൗ ആൻഡ് ദെൻ. എപ്പോഴും കുപ്പിയുമായിട്ട് വരുന്നവർക്കും അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ഐ ടോൾഡ് മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ ദാറ്റ് ഐ വാസ് വൺ മാൻ ഹു കുഡ് ഹാൻഡിൽ മൈ ലിക്വർ ബിക്കോസ് ഐ വാസ് ഓൾവേസ് മൈ ഓൺ ബീറ്റ് അറ്റ് ക്ലോസിംഗ് ടൈം. ഏതായാലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, മദ്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഈ പറയുന്ന ക്ലോസിംഗ് ടൈമിൽ പോലും എന്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. ഐ ടോക്ഡ് നോയിങ്ലി അബൌട്ട് സ്പേസിങ് മൈ ഡ്രിങ്ക്സ്, അബൌട്ട് ടേക്കിംഗ് ഓൺലി എ മെഷേർഡ് ഷോട്ട്. അപ്പം പലപ്പോഴും ആ സമയം ഇടവേളകളിൽ ഞാൻ കുടിച്ചിരുന്നു, പക്ഷെ ഞാൻ കൃത്യമായ ഒരു അളവ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. ആൻഡ് അബൌട്ട് ദ ഫോളി ഓഫ് ഗൾപ്പിംഗ് ഡൗൺ ബിഗ് ഡ്രിങ്ക്സ്. ഞാൻ വലിയ വലിയ കുടികൾ അതിനുശേഷം എടുക്കാൻ തുടങ്ങി. യെസ് സാർ, അതിനുശേഷം പറയണേ, യെസ് സാർ, ഐ വാസ് നെവർ ഗോയിങ് ടു ബി വൺ ഓഫ് ദോസ് റമ്മീസ് ഹു ലെറ്റ് ലിക്കോർ ഗെറ്റ് ദ ബെസ്റ്റ് ഓഫ് ദം. അതായത് എനിക്ക് ആ റമ്മീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ കുടിയന്മാരെ പോലെ ആകാൻ കഴിയില്ല. കാരണം കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലാത്ത ആ കുടിയന്മാരെ പോലെ അല്ല ഞാനെന്നാണ് പറയുന്നത്. യങ് ആൻഡ് സ്ട്രോങ്. I could to throw off the effects of the previous night's drinking and stand the nausea the following morning. അപ്പോ രാത്രി കാലങ്ങളിൽ തുടർച്ചയായിട്ടുള്ള കുടി, അതിനുശേഷം രാവിലെകളിലെ ബുദ്ധിമുട്ടുകൾ. ഈവൻ അബ്സ്റ്റൈനിങ് ഫ്രം ടേക്കിംഗ് എ ഡ്രിങ്ക് അൻറ്റിൽ ദ ആഫ്റ്റർനൂൺ. ഒരു പക്ഷേ ഒരു ആഫ്റ്റർനൂൺ ഉച്ച കഴിഞ്ഞു വരെ കുടിക്കാതേക്ക് ഇരിക്കും. ബട്ട് ബിഫോർ ലോങ് ദ ഐഡിയ ഓഫ് സഫറിങ് ഫോർ എ ഫ്യൂ അവേഴ്സ് ഡിഡ്ന്റ് സീ സോ ഗുഡ്. പക്ഷേ ഇന്നലെ തലേ ദിവസത്തെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ആശയമൊക്കെ ആ സഹനത്തിന്റെ ആശയങ്ങളൊക്കെ എന്റെ തലയിൽ നിന്ന് പോയി കുറച്ച് മണിക്കൂറുകൾക്ക് വീണ്ടും ഞാൻ കുടിക്കും. ദ മോർണിംഗ് ഡ്രിങ്ക് ബിക്കേം ദ ഫസ്റ്റ് ആക്ട് ഓഫ് ദ ഡെയിലി റുട്ടീൻ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കുടിയായിരുന്നു ഒരു ദിവസത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ പ്രവൃത്തി. ഐ ഹാഡ് നൗ ബിക്കം എ റെഗുലർ. പിന്നീട് ഞാൻ തുടർച്ചയായി കുടിക്കാൻ തുടങ്ങി. ഐ ഹാഡ് മൈ റെഗുലർ റെമഡി. എനിക്ക് എപ്പോഴും സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള പരിഹാരമുണ്ടായി. എ സ്റ്റിപ്പ് ഷോട്ട് ടു സ്റ്റാർട്ട് ദ ഡേ. അതായത് ഒരു ചെറിയ അളവിലുള്ള മദ്യം കഴിക്കുക, അത് അങ്ങനെ ദിവസം തുടങ്ങുക. നോ വെയിറ്റിംഗ് ടിൽ എ സ്പെസിഫിക് ടൈം. ഒരിക്കലും ഞാൻ ഒരു സ്പെസിഫിക് ടൈമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല, എപ്പോഴും കുടിച്ചുകൊണ്ടിരുന്നു. ഐ യൂസ്ഡ് ടു വെയിറ്റ് ഫോർ ദ നീഡ്. അപ്പൊ ഞാൻ ആവശ്യമുള്ളപ്പോഴെല്ലാം കുടിച്ചു. സൂൺ ഐ വാസ് ക്രേവിംഗ് ദ സ്റ്റഫ് സോ മച്ച് ദാറ്റ് ഐ ഡിഡ്ന്റ് വെയിറ്റ് ഫോർ ദാറ്റ്. അതായത് ഞാൻ കുറച്ചൊക്കെ സമയം വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷെ ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊതിയോടുകൂടി വീണ്ടും കുടിക്കാനായിട്ട് ഞാൻ തുടങ്ങും. മൈ വൈഫ് കുഡ് സീ ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രിപ്പിംഗ് മീ. ഷി വാണ്ട് മീ ജെന്റ്ലി അറ്റ് ഫസ്റ്റ് വിത്ത് ക്വൈറ്റ് സീരിയസ്നെസ്. അവള്, എന്റെ ഭാര്യ എന്നോട് മുന്നറിയിപ്പ് നൽകി. പലപ്പോഴും നല്ല രീതിയിൽ ആദ്യമൊക്കെ, പിന്നീട് വളരെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് പറഞ്ഞു. വാസ് ഐ ഗോയിങ് ടു പാവ് ദ വേ ടു ലൂസിങ് ദിസ് ബിസിനസ്. അതായത് ഞാൻ എൻ്റെ ഈ ബിസിനസിന്റെ പാതയിലൂടെ, അതായത് ബിസിനസ് നശിപ്പിക്കാനുള്ള പാതയിലൂടെയാണ് നടക്കുന്നത്. ജസ്റ്റ് വെൻ ഇറ്റ് നീഡഡ് ടു ബി നേഴ്സ്ഡ് അലോൺ വി ബിഗാൻ ടു റൺ ബിഹൈൻഡ്. അപ്പം ഞങ്ങൾ അതിന്റെ പുറകെയാണ്, അതായത് ബിസിനസിന്റെ നശിപ്പിക്കാനുള്ളതിന്റെ പുറകെ ഓടി. മൈ വൈഫ് ആൻഷ്യസ് ഫോർ ദ ഗോൾ വി ഹാഡ് സെറ്റ് ഔട്ട് ടു റീച്ച്. അതായത് പലപ്പോഴും അവന്റെ ഭാര്യ പല ലക്ഷ്യങ്ങളുണ്ട്, അത് എത്തിപ്പെടാത്ത രീതിയിൽ അവള് അസ്വസ്ഥയായി. ആൻഡ് സീയിങ് ദ റിസൾട്ട് ഇഫ് ഐ ഡിഡ്ന്റ് ബ്രേസ് അപ്പ് ടോക്ക്ഡ് സ്ട്രേറ്റ് ഫ്രം ദ ഷോൾഡർ. ഞാൻ നേരെ നിന്ന് സംസാരിച്ചില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഇതായി തുടങ്ങി. വി ഹാഡ് വേർഡ്സ് ഐ ലെഫ്റ്റ് ഇൻ എ പാഷൻ.
അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പല വാക്കുകൾ ഞങ്ങൾ തെറ്റിച്ചു, അല്ലെങ്കിൽ ആ പാഷനും എന്നിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ അവർ സെപ്പറേഷൻ ലാസ്റ്റ് എ വീക്ക്. അതായത് അവൾ എന്നെ പിരിഞ്ഞ് ഒരു ആഴ്ച മാറി നിന്നു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്കിങ്. ഞാൻ ഒരുപാട് ചിന്തിച്ചു. ആൻഡ് വെന്റ് ബാക്ക് ടു മൈ വൈഫ്. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. ക്വയറ്റർ, വളരെ ശാന്തനായി. സംവാട്ട് റിമോഴ്സ്ഫുൾ, ചില വിധങ്ങൾ ഉണ്ടായിരുന്നു. വി ടോക്ക്ഡ് തിങ്സ് ഓവർ. വീണ്ടും ഞങ്ങൾ സംസാരിച്ചു. അവർ സിറ്റുവേഷൻസ്, ഞങ്ങളുടെ സാഹചര്യം വാസ് വേഴ്സ് ദാൻ ഐ ഹാഡ് ആന്റിസിപ്പേറ്റഡ്. ഞങ്ങളുടെ സാഹചര്യം വളരെ മോശമായിരുന്നു. വി ഗോട്ട് എ ബയർ ഫോർ ദ പ്ലേസ് ആൻഡ് സോൾഡ് ഔട്ട്. ഞങ്ങൾക്ക് റെസ്റ്റോറന്റ് വാങ്ങാനായിട്ട് ഒരാളെ കെട്ടി ഞങ്ങൾ അത് വിറ്റു. വി സ്റ്റിൽ ഹാഡ് സം മണി ലെഫ്റ്റ്. ഞങ്ങൾക്ക് ഇപ്പോഴും കുറച്ച് പൈസ കയ്യിലുണ്ട്. ഐ ഹാഡ് ഓൾവേസ് ബിൻ എ നാച്ചുറൽ മെക്കാനിക്. ഞാനൊരു സാധാരണ രീതിയിലുള്ള മെക്കാനിക്കാണ്, ഹാൻഡി വിത്ത് ടൂൾസ്. എനിക്ക് ടൂൾസ് കൈകാര്യം ചെയ്യാൻ അറിയാം. വി മൂവ്ഡ് ബാക്ക് ഇൻ ടു ടൗൺ. ഞങ്ങൾ വീണ്ടും ടൗണിലേക്ക് മൂവ് ചെയ്തു, അല്ലെങ്കിൽ മാറി താമസിച്ചു. വിത്ത് എ സ്ലിം ബാങ്ക്റോൾ, അതായത് കുറച്ച് പൈസ മാത്രമേ ബാങ്കിലുള്ളൂ. സ്റ്റിൽ ഡിറ്റർമിൻഡ് നെവർ ടു ബി എ ഫാക്ടറി ഹാൻഡ് അഗെയിൻ. ഐ ലുക്ക്ഡ് അറൌണ്ട് ആൻഡ് ഫൈൻഡിങ് എ വർക്ക്ഷോപ്പ് ലൊക്കേഷൻ വിത്ത് എ ഹൗസ് അഡ്ജസ്റ്റന്റ്. ഐ സ്റ്റാർട്ടഡ് എ ഷീറ്റ് മെറ്റൽ ഷോപ്പ്. അതായത് ഫാക്ടറി ഷോപ്പിലേക്ക് പോകുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. ഞാൻ അവിടെ ചുറ്റും നോക്കി. അവിടെ ഒരു വർക്ക്ഷോപ്പ് ഇടാനുള്ള പ്ലാൻ ഉണ്ടായി. അങ്ങനെ ഒരു വീടെടുക്കുകയും പിന്നെ ഞാൻ അവിടെ ഒരു മെറ്റൽ ഷീറ്റ് ഉള്ള ഒരു കട തുടങ്ങുകയും ചെയ്തു. ഐ ഹാഡ് ചൂസൺ എ വെരി ഡിഫിക്കൽട്ട് ടൈം ടു സ്റ്റാർട്ടപ്പ്. അപ്പം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്താണ് ഞാൻ അത് തുടങ്ങിയത്. മൈ ബിസിനസ് പ്രാക്ടിക്കലി വാനിഷ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഡിപ്രഷൻ. അപ്പം അത് പൂർണ്ണമായിട്ട് നശിച്ചു. നിരാശ ബാധിച്ച് പൂർണ്ണമായും നശിച്ചു. ദെയർ വയർ നോ ജോബ്സ് ഓഫ് എനി കൈൻഡ്. ഈ സമയത്ത് അവിടെ, അല്ലെങ്കിൽ അമേരിക്കയിൽ ഉടനീളം ഒരു ക്രൈസിസ് ഉള്ള സമയമാണ്. എനിക്ക് ഒരു സ്ഥലത്തും ജോലി കിട്ടിയില്ല. വി ഫെൽ ഫാർ ബിഹൈൻഡ്. ഞങ്ങൾ വളരെ ബാക്കിലേക്ക്, അല്ലെങ്കിൽ വളരെ അധികം പുറകോട്ട് പോയി. ഓൺ അവർ റെന്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻസ്. ഞങ്ങൾക്ക് റെന്റ് അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും കഴിഞ്ഞില്ല. അവർ കബോർഡ് വാസ് ഓഫൺ ബെയർ. ഞങ്ങളുടെ കബോർഡുകൾ, അല്ലെങ്കിൽ ഗ്രോസറി വാങ്ങി വെക്കുന്ന കബോർഡുകൾ, അലമാരകൾ ശൂന്യമായി. വിത്ത് എവരി പെന്നി നീഡഡ് ഫോർ ഫുഡ്. ഞങ്ങൾക്ക് കയ്യിലുള്ള എല്ലാ പൈസയും ഭക്ഷണത്തിന് ആവശ്യമായി. ആൻഡ് ഷെൽട്ടർ, ഞങ്ങൾക്ക് താമസത്തിന് വേണ്ടി. ആൻഡ് വെയറിങ് ഓൾഡ് ക്ലോത്ത്സ് വിത്ത് നത്തിങ് ന്യൂ എക്സെപ്റ്റ് വാട്ട് അവർ ടു യങ്സ്റ്റേഴ്സ് നീഡഡ്. അതായത് പഴയ വസ്ത്രങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും അണിഞ്ഞത്. ഞങ്ങൾക്ക് പുതിയൊരു വസ്ത്രം മേടിക്കണമെന്നേ പ്രതീക്ഷയില്ല, ഞങ്ങളുടെ 2 മക്കൾക്കല്ലാതെ. ഐ ഡിഡൻ ടച്ച് എ ഡ്രോപ്പ് ഫോർ 2 years. ഞാൻ 2 വർഷക്കാലം മദ്യമൊന്നും കഴിച്ചില്ല. ഐ വെന്റ് ആഫ്റ്റർ ബിസിനസ്. ഞാൻ വീണ്ടും ബിസിനസ്സിന് പോയി. ഐ സ്ലഗ്ഡ് ഡോർബെൽസ് ഓൾ ഓവർ ദ ടൗൺ ആസ്കിങ് ഫോർ ജോബ്സ്. അതായത് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ കമ്പനികളിലും കയറി അവരുടെ ഡോർബെൽ അടിച്ച് ജോബിന് വേണ്ടി ആവശ്യപ്പെട്ടു. മൈ വൈഫ് റാങ് ബെൽ വിത്ത് മീ. എന്റെ വൈഫും എന്റെ കൂടെ വന്നിട്ട് ബെല്ലടിച്ചു. ടേക്കിംഗ് വൺ സൈഡ് ഓഫ് ദ സ്ട്രീറ്റ് വൈൽ ഐ വർക്ക്ഡ് ദ അതർ. അതായത് വൈഫ് ഒരു സൈഡിലെ സ്ട്രീറ്റിൽ കൂടെ ബെല്ലടിച്ചുകൊണ്ട് നടന്നു, ഞാനും മറ്റേ സൈഡിൽ കൂടെ നടന്നു. വി ലെഫ്റ്റ് നത്തിങ് അൺഡൺ ടു കീപ് ഗോയിങ്. ഞങ്ങൾക്ക് അങ്ങനെ നടക്കുക എന്നല്ലാണ്ട് ഒന്നും നടന്നില്ല. ബട്ട് വി വേർ സ്റ്റിൽ ഫാർ ബിഹൈൻഡ്. ഞങ്ങൾ ഇപ്പോഴും വളരെ പുറകിലാണ്. സോ ഫാർ ദാറ്റ് അറ്റ് ദ ലോ പോയിന്റ് വി കുഡ് സീ എവിക്ഷൻ ആൻഡ് അവർ ബിലോങ്ങിങ്സ് ഇൻ ദ സ്ട്രീറ്റ്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ആ റെന്റ് ഹൗസിൽ നിന്ന് പുറത്തറിയപ്പെടുന്നതും ഞങ്ങൾ സ്ട്രീറ്റിലാവുന്നതും കണ്ടു. I braced myself to talk our landlord who was connected with a large real estate firm managing many properties. അതായത് ഞാൻ എൻ്റെ വീട്ടുടമസ്ഥനോട് വീണ്ടും സംസാരിച്ചു. അദ്ദേഹത്തിന് അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഒരു വലിയ കമ്പനിയുടെ ആളാണ്. അവർക്ക് ധാരാളം പ്രോപ്പർട്ടീസ് ഉണ്ട്. വി വെയർ ബിഹൈൻഡ് 6 months ഇൻ അവർ റെന്റ്. ഞങ്ങൾ 6 മാസക്കാലം റെന്റ് കൊടുക്കാതെയാണ് അവിടെ താമസിക്കുന്നത്. ആൻഡ് ദേ സോ അറ്റ് ദ ഓൺലി വേ ടു ഗെറ്റ് ദെയർ ബാക്ക് റെന്റ്. അവരുടെ വാടക തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു മാർഗമുള്ളൂ. വാസ് ടു ഗീവ് മീ എ കപ്പിൾ ഓഫ് സ്മോൾ ജോബ്സ്. അതായത് ചെറിയ എന്തെങ്കിലും പണി കൊടുത്തുകൊണ്ടാണ് ഈ വാടക തിരിച്ചു കിട്ടുകയുള്ളൂ. അത് അവർക്ക് മനസ്സിലായി. അതായത് വീട്ടുടമയ്ക്ക് മനസ്സിലായി. My wife learned to use the tools to shape and fashion material when I was doing the installation work. അതായത് അവന്റെ ഭാര്യ ഈ പറയുന്ന ടൂളുകളെല്ലാം ഷേപ്പ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇവനെ സഹായിച്ചുകൊണ്ടിരുന്നു.
ദ റിയൽ എസ്റ്റേറ്റ് ഫേം ലൈക്ക്ഡ് മൈ വർക്ക് ആൻഡ് ബിഗാൻ ടു ഗിവ് മീ മോർ ജോബ്സ്. അതായാലും ആ റിയൽ എസ്റ്റേറ്റിന്റെ ആളുകൾ എന്റെ ജോലി ഇഷ്ടപ്പെടുകയും എനിക്ക് കൂടുതൽ ജോലി നൽകാനും തുടങ്ങി. ഇൻ ദോസ് ഗ്രിം ഡേയ്സ് വിത്ത് ബേബീസ് ടു ഫീഡ്. ആ സമയത്ത് എനിക്ക് എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ കുഡിന്റ് സ്പെൻഡ് വാട്ട് ലിറ്റിൽ മണി കെയിം ഇൻ ഫോർ ഡ്രിങ്ക്. ഒരു പണവും ഞാൻ മദ്യത്തിന് വേണ്ടി കൊടുത്തില്ല. ഐ സ്റ്റേഡ് സോബർ. ഞാൻ സുബോധവനായിട്ട് തുടർന്നു. മൈ വൈഫ് ആൻഡ് ഈവൻ സ്റ്റാർട്ടഡ് ബാക്ക് ടു ചർച്ച്. എന്റെ വൈഫ് അല്ലെങ്കിൽ ഭാര്യ ചർച്ചിലേക്ക് പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി. ബിഗാൻ പേയിങ് അവർ ഡ്യൂസ്. അതായത് ഞങ്ങളുടെ ഡ്യൂസ് ഒക്കെ അല്ലെങ്കിൽ കടങ്ങളെല്ലാം അടയ്ക്കാൻ തുടങ്ങി. ദേ വേർ തിൻ ഇയേഴ്സ് ദോസ് ഡിപ്രഷൻ ഇയേഴ്സ്. ഏതായാലും അത് വളരെയധികം നിരാശ പിടിച്ച വർഷങ്ങളായിരുന്നു. ഫോർ 3 years in succession ക്രിസ്മസ് ഇൻ അവർ ലിറ്റിൽ ഫാമിലി വാസ് ജസ്റ്റ് 25th of December. ഏതായാലും 3 വർഷക്കാലം അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ക്രിസ്മസില് ഡിസംബർ 25 ഞങ്ങളുടെ കുടുംബത്ത് അവർ കസ്റ്റമേഴ്സ് സോ as ടു ഏണസ്റ്റ് യങ് പീപ്പിൾ ട്രൈങ് ടു ഗെറ്റ് അലോങ് ആൻഡ് as ടൈം ഇംപ്രൂവ്ഡ് എ ലിറ്റിൽ വി ബിഗാൻ ടു ഗെറ്റ് ബെറ്റർ ജോബ്സ്. അപ്പൊ കസ്റ്റമേഴ്സ് ഞങ്ങളെ കാണാൻ തുടങ്ങി. രണ്ട് യുവതികളായ രണ്ട് ദമ്പതികള് അവരുടെ ജീവിതത്തിലെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായി കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ ജോലി കിട്ടി തുടങ്ങി. നൗ വി കുഡ് ഹയർ സം കോമ്പിറ്റന്റ് വർക്ക്മെൻ. ഞങ്ങൾ പിന്നീട് വളരെയധികം കഴിവുള്ള 2 ആളുകളെ ജോലിക്കായി എടുത്തു. ആൻഡ് ബോട്ട് എ കാർ ആൻഡ് എ ഫ്യൂ സ്മോൾ ട്രക്സ്. ഞങ്ങൾ കുറച്ച് കാറുകളും ട്രക്കുകളും എടുത്തു. വി പ്രോസ്പേർഡ് ആൻഡ് മൂവ്ഡ് ഇൻ ടു എ ബെറ്റർ എക്യുപ്ഡ് ഹൗസ്. അങ്ങനെ ഞങ്ങൾ വലിയ ഒരു വീട്ടിലേക്ക് താമസം മാറി. മൈ പോക്കറ്റ്സ് വിച്ച് ഹാഡ് ഇൻ ജിങ്കിൾ ഫോർ ഇയേഴ്സ് നൗ ഹെൽഡ് ഫോൾഡിംഗ് മണി. എന്റെ പോക്കറ്റിൽ കിടന്ന ഒരു പണവും കിലുങ്ങുമായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കുറെ പണം അതിനകത്ത് ചുരുണ്ടിരിപ്പുണ്ട്. ദ ഫസ്റ്റ് ഗ്രീൻ ബാഗ്സ് ഗ്രൂ ഇൻ ടു എ റോൾ വിത്ത് എ റബ്ബർ ബാൻഡ് അറൌണ്ട് ഇറ്റ്. അപ്പോ ആദ്യത്തെ കുറെ കാലത്തിന് ശേഷം എന്റെ പോക്കറ്റിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട പണം എന്റെ പോക്കറ്റിൽ കണ്ടു. ചുരുട്ടി പോക്കറ്റിലിട്ടു. ഐ ബിക്കേം വെൽ നോൺ ടു റിയൽ എസ്റ്റേറ്റ് ഫേംസ്. ഞാൻ റിയൽ എസ്റ്റേറ്റ് ഫേമില് അറിയപ്പെടാൻ തുടങ്ങി, സ്ഥാപനത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. ബിസിനസ്മാനായി മാറി. ആൻഡ് പൊളിറ്റീഷ്യൻസ്. ഞാൻ പല പൊളിറ്റീഷ്യന്മാരെയും ബിസിനസ്മാൻമാരെയും പരിചയപ്പെടാൻ തുടങ്ങി. ഐ വാസ് വെൽ ലൈക്ക്ഡ്, പോപ്പുലർ വിത്ത് എവരി വൺ. അങ്ങനെ ഞാൻ എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന, പ്രസിദ്ധി ആർജിച്ച ഒരാളായി മാറിപ്പോയി. ഫോളോയിങ് എ പ്രോസ്പെറസ് സീസൺ കെയിം എ ക്വയറ്റ് പീരീഡ്. വിത്ത് ടൈം ഓൺ അവർ ഹാൻഡ്സ് ഐ ഹാഡ് എ ഡ്രിങ്കിങ് സ്പെൽ. വീണ്ടും എനിക്ക് ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കുടിയുടെ കാര്യം വന്നു. ഇറ്റ് ലാസ്റ്റ് ഫോർ എ മന്ത്. ഒരു മാസക്കാലം തുടർന്നു. ബട്ട് വിത്ത് ദ എയ്ഡ് ഓഫ് മൈ വൈഫ്, എന്റെ ഭാര്യയുടെ സഹായത്താലും ഐ ചെക്ക്ഡ് മൈസെൽഫ് ഇൻ ടൈം. അങ്ങനെ ഞാൻ എന്റെ സമയം നോക്കുന്നു. റിമെമ്പർ ഹൗ വി ലോസ്റ്റ് ദ സ്റ്റോർ. ഞാൻ പലപ്പോഴും എന്റെ കട എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് ഓർത്തു. റിമെമ്പർ അവർ റെസ്റ്റോറൻറ്റ്. ഞാൻ എന്റെ റെസ്റ്റോറന്റിനെ കുറിച്ച് ഓർത്തു. അത് പ്രത്യേകിച്ച് മൈ വൈഫ് സെഡ് അബൌട്ട് ഇറ്റ്. എന്റെ ഭാര്യ എന്നോട് അതിനെ പറ്റി പറഞ്ഞു. യെസ്, ഐ കുഡ് റിമെമ്പർ. ഞാൻ പറഞ്ഞു, ഞാനത് ഓർക്കുന്നുണ്ട്. ദോസ് ടൈംസ് വെർ ടു റീസെന്റ് ആൻഡ് ദെയർ മെമ്മറി ടു ബിറ്റർ. ആ സമയം വളരെ അടുത്ത് തന്നെയാണ് സംഭവിച്ച കാര്യങ്ങളാണ്. വളരെ കയ്പ് നിറഞ്ഞ ഓർമ്മകളാണത്. ഐ സോളംലി സോർ ഓഫ്. എനിക്ക് ആ കയ്പ് നിറഞ്ഞ ഓർമ്മകൾ വന്നു. ആൻഡ് വൺസ് മോർ ക്ലൈംബ്ഡ് അബ്രോ ഒഫാകൻ. വീണ്ടും ഞാൻ ആ വണ്ടിയിൽ കയറിയിരിക്കുന്നു. ദിസ് ടൈം ഫോർ 9 long months. വീണ്ടും ഞാൻ 9 മാസത്തോളം കുടിച്ചു. ബിസിനസ് കെപ്റ്റ് അപ്പ്. ബിസിനസ് അങ്ങനെ തന്നെ നിലനിന്നു. ഇറ്റ് ബിക്കം എവിഡന്റ് ദാറ്റ് ബൈ കെയർഫുൾ ഹാൻഡ്ലിംഗ് വി മൈറ്റ് എവൻച്വലി സംതിങ് പ്രിറ്റി ഗുഡ്. വളരെ ശ്രദ്ധാപൂർവം നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നല്ലതായിട്ട് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. എ സഫിഷ്യന്റ് ഇൻകം ടു പ്രൊവൈഡ് എ ഗുഡ് ലിവിംഗ് ഫോർ അസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു വരുമാനം ജീവിക്കാനായി കിട്ടി തുടങ്ങി. ആൻഡ് എൻഷുർ എ ഗുഡ് എഡ്യൂക്കേഷൻ ഫോർ അവർ ചിൽഡ്രൻ. ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്തു. മൈ ബിസിനസ് ഈസ് സീസണൽ. അതായത് സീസണൽ ആയിട്ടുള്ള ബിസിനസ് ആയിരുന്നു എന്റേത്. ഫാൾ ആൻഡ് എയർലി വിന്റർ റഷ് ടൈം. അതായത് വിന്ററിനും ഫോളിനും ഇടയിൽ ആ സമയത്തായിരുന്നു വളരെ തിരക്കുള്ള സമയം. ശൈത്യകാലത്തിനും മുമ്പുള്ള സമയം. ദ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് ഓഫ് ദ ഇയർ ആർ ക്വിറ്റ്. ആദ്യത്തെ കുറെ മാസക്കാലം വളരെ ക്വയറ്റായിരുന്നു. ബട്ട് ദോ ബിസിനസ് സ്ലാക്ക് ആൻഡ് ഐ ഗോട്ട് അറൌണ്ട് മേക്കിംഗ് കോൺട്രാക്ട്സ്. ഞാൻ പലപ്പോഴും ഈ പറയുന്ന ബിസിനസ്സിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റുകൾ പിടിക്കാൻ തുടങ്ങി. ലൈനിങ് അപ്പ് ഫ്യൂച്ചർ വർക്ക് ആൻഡ് മീറ്റിംഗ് പീപ്പിൾ. ഞാൻ ഭാവിയിലേക്കുള്ള ജോലിയും കണ്ടെത്തി, ആളുകളെയും കണ്ടെത്തി. ഹൂ വുഡ് ബി ഏബിൾ ടു പുട്ട് വർക്ക് ഇൻ മൈ വേ. അങ്ങനെ പല ആളുകളും എന്റെ വഴിയില് എന്റെ യാത്രയില് ജോലി തരാൻ കഴിയുന്ന പലരെയും ഞാൻ കണ്ടു.
നോട്ട് അറ്റ് സെൻസിങ് എനി ഗ്രേറ്റ് ഡേഞ്ചർ. എനിക്ക് ഒരു അപകടവും തോന്നിയില്ല. ഇൻസ്പൈറ്റ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസസ്. അതായത് മുൻകാലങ്ങളിൽ നിന്നുള്ള പല അനുഭവങ്ങളിൽ നിന്നും എനിക്കൊരു അപകടവും തോന്നിയില്ല. ഐ സെൽഡം റെഫ്യൂസ്ഡ് ദ ഇൻവൈറ്റേഷൻസ് ഓഫ് ബിസിനസ് ഫ്രണ്ട്സ് ടു ഹാവ് എ ഡ്രിങ്ക്. ഞാൻ പലപ്പോഴും ഈ പറയുന്ന ബിസിനസ് കൂട്ടുകാരുടെ കുടിക്കാൻ ആവശ്യപ്പെടുന്ന കൂട്ടുകാരുടെ ഇൻവൈറ്റേഷൻ അല്ലെങ്കിൽ ക്ഷണം നിരസിച്ചു. ഇൻ എ ഷോർട്ട് ടൈം. രാത്രി 10 മണിക്ക് ജോസാറുണ്ടായിരുന്നു പറഞ്ഞു. ഇൻ എ ഷോർട്ട് ടൈം. അപ്പം അറ്റ് ഫസ്റ്റ് ഐ വാസ് ഈവൻ ഫസ്റ്റ് ഐ വാസ് അവിടം വരെ ഒരു മിനിറ്റ്. മീറ്റിംഗ് പീപ്പിൾ നോട്ട് അറ്റ് സംതിങ് ഗ്രേറ്റ് ഡേഞ്ചർ എക്സ്പീരിയൻസ് ഐ സൾട്ടൻ ഇൻ എ ഷോർട്ട് ടൈം ഐ വാസ് ഡ്രിങ്കിങ് എവറി ഡേ. ഇങ്ങനെ ഞാൻ എല്ലാവരും ബിസിനസ് പാർട്ട്നേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ കൂട്ടുകാരുടെയും ഒക്കെ ഇത് നിരസിച്ച ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഐ വാസ് ഡ്രിങ്കിങ് എവറി ഡേ. വീണ്ടും ഞാൻ എല്ലാ ദിവസവും കുടിക്കാൻ തുടങ്ങി. ആൻഡ് ഈവൻച്വലി വളരെ സാവധാനം മച്ച് മോർ ദാൻ ഐ ഹാഡ് എവർ ഡൺ ബിഫോർ ആൻഡ് ഐ ഓൾവേസ് ഹാഡ് എ റോൾ ഇൻ മൈ പോക്കറ്റ്. പക്ഷെ ഞാൻ കുടിക്കുന്നുണ്ടെങ്കിലും എൻ്റെ പോക്കറ്റിൽ ഒരു പണത്തിന്റെ ഒരു കെട്ട് എപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഉണ്ടാകുമായിരുന്നു. അറ്റ് ഫസ്റ്റ് ആദ്യം ഐ വാസ് ഈവൻ മോർ ജോളി ആൻഡ് യൂഷ്വൽ. ഞാൻ വളരെയധികം സന്തോഷവാനും സാധാരണ പോലെയും പെരുമാറി. വെൻ ഐ ബിക്കെയിം ഹോം ഇൻ ദ ഇവൻ ടു മൈ വൈഫ് ആൻഡ് ഫാമിലി. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എന്നിലൊരു പ്രത്യേകതയൊന്നും തോന്നിയില്ല. ബട്ട് അത് ജോക്കിംഗ് ഗുഡ് ഫെലോ. അതായത് ഞാൻ പല തമാശകൾ പറഞ്ഞു. ഹു വാസ് ദ ഹസ്ബൻഡ് ആൻഡ് ഫാദർ ദേ ഹാഡ് നോൺ ഗേവ് പ്ലേസ് ടു എ മാൻ ഹു സ്ലാംഡ് ദ ഡോർ വെൻ ഹി കെയിം ഇൻ. അതായത് എൻ്റെ നല്ലൊരു കൂട്ടുകാരനും അവൻ അവിടെ വന്നു. അവരുടെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഈ ഡോർ വലിച്ചടച്ചു. മൈ വൈഫ് ജെന്യുവൻലി അലാംഡ് നൗ. ഈ സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് വീണ്ടും മുന്നറിയിപ്പ് നൽകി. ആസ് വീക്ക് ആഫ്റ്റർ വീക്ക് വെന്റ് പാസ് വിത്തൗട്ട് എനി സൈൻ ദാറ്റ്. പിന്നീടുള്ള പല ആഴ്ചകളും അങ്ങനെ കടന്നുപോയി. ഒരു പ്രത്യേകതയൊന്നും അല്ലെങ്കിൽ അടയാളങ്ങളൊന്നും രേഖപ്പെടുത്തിയില്ല. ഐ വാസ് ഗോയിങ് ടു ക്വിറ്റ്. ട്രൈ ടു റീസൺ വിത്ത് മീ ബട്ട് ദ ഓൾഡ് ആർഗ്യുമെന്റ്സ് ഡിഡ്ന്റ് വർക്ക് ദിസ് ടൈം. ഏതായാലും ഈ സമയത്ത് എനിക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും തോന്നിയില്ല. പഴയതുപോലെ എൻ്റെ ഭാര്യ എന്നിൽ നടത്തിയ പല തർക്കങ്ങളും എനിക്ക് കുടിക്കാതിരിക്കാനായിട്ടുള്ള കാരണമായി മാറിയില്ല. സമ്മർ കെയിം ഓൺ വിത്ത് ഇറ്റ്സ് ഡിമാൻഡ് ഫോർ റൂഫ് റിപ്പയേഴ്സ് ആൻഡ് സ്പോർട്ടിംഗ് ഇൻസ്റ്റാലേഷൻസ്. അതായത് വീണ്ടും വേനൽക്കാലം കടന്നു വന്നു. അന്നേരം കുറെ മേൽക്കൂരകളുടെ പണിയും ഒക്കെ എനിക്ക് കിട്ടി. അതിന്റെ ഇൻസ്റ്റാളേഷൻ പണികളും കിട്ടി. മൈ വൈഫ് ഓഫൻ സ്റ്റാർട്ടഡ് ദ മെൻ ടു വർക്ക് ഫോർ ദ മോർണിംഗ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ ആദ്യമേ ഈ പറയുന്ന മോർണിംഗിൽ വർക്ക് ചെയ്യും. ഡിഡ് ഷോപ്പ് ജോബ്സ്, കെപ്റ്റ് ദ ബുക്സ് ആൻഡ് ഇൻ അഡീഷൻ റൺ ദ ഹൗസ് ആൻഡ് ലുക്ക്ഡ് ആഫ്റ്റർ ദ ഫാമിലി. അവള് രാവിലെ തന്നെ ജോലിക്കിറങ്ങും. എൻ്റെ ഷോപ്പിലെ കാര്യങ്ങൾ നോക്കും. ബുക്കുകൾക്കെല്ലാം കീപ്പ് ചെയ്യും. അതുകൂടാതെ വീട്ടിലെയും കുട്ടികളുടെയും കാര്യങ്ങളെല്ലാം അവൾ നോക്കിക്കൊണ്ടിരുന്നു. ഫോർ 8 months, 8 മാസത്തിന് ശേഷം മൈ ഡെയിലി റുട്ടീൻ വാസ് സ്റ്റഡി ഡ്രിങ്കിങ്. എൻ്റെ 8 മാസക്കാലം എൻ്റെ കൂടി അങ്ങനെ സ്റ്റഡി ആയിട്ട് പോയി. ഈവൻ ആഫ്റ്റർ സ്ലാമ്പിങ് ഇൻ ബെഡ് ലേറ്റ് അറ്റ് നൈറ്റ് ഇൻ എ സെമി സ്റ്റെപ്പർ ഐ വുഡ് ഗെറ്റ് അപ്പ് ഓൾ അവേഴ്സ്, ഡ്രൈവ് ടു സം ഓൾ നൈറ്റ് സ്പോട്ട് ആൻഡ് ഐ കുഡ് ഗെറ്റ് വാട്ട് ഐ വാണ്ടഡ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കുറെ മണിക്കൂറുകൾ കുടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കാർ ഓടിച്ച് എനിക്ക് കിട്ടാവുന്ന നൈറ്റിലുള്ള അല്ലെങ്കിൽ രാത്രിയിലുള്ള എല്ലായിടത്തും പോയി എനിക്ക് ആവശ്യമുള്ളതിനെ കുടിച്ചു. ഐ വാസ് ഗോയിങ് ടു ഹാവ് എ ഗുഡ് ടൈം ഇൻ സ്പൈറ്റ് ഓഫ് ഹെൽ ആൻഡ് ഹൈ വാട്ടർ. അങ്ങനെ ഞാൻ നരകത്തിലേക്കോ അല്ലെങ്കിൽ മുങ്ങി താഴുകയില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി താഴുകയില്ല എന്ന് വിചാരിച്ച് നല്ല സമയമാണെന്ന് വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. ഐ ബിക്കേം ഇൻക്രീസിംഗ്ലി ഷുവർലി വെൻ അറ്റ് ഹോം. ഞാൻ വീട്ടിലെത്തുമ്പോൾ വീണ്ടും കൂടുതൽ കുടിക്കാനായി തുടങ്ങി. ഐ വാസ് ദ ബോസ്. ഞാൻ എൻ്റെ തന്നെ ബോസായി. ഐ വാസ് മാസ്റ്റർ ഇൻ മൈ ഓൺ ഹൗസ്. ഞാൻ എൻ്റെ വീട്ടിലെ മാസ്റ്ററായി, പാസൻ്റായി. ഞാൻ അങ്ങനെയല്ലേ. ഐ ബിക്കേം മോറോസ് വിത്ത് ഫ്യൂ ലൂസിഡ് മൊമെന്റ്സ് ബിറ്റ്വീൻ ഡ്രിങ്ക്സ്. ഐ വുഡ് ലിസൺ ടു നോ ആർഗ്യുമെന്റ്സ് ആൻഡ് സട്ടൻലി അറ്റംപ്റ്റ്സ് ടു റീസൺ വിത്ത് മീ വേർ ഫെറ്റൈൽ. അതായത് കുടിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു കാര്യത്തിന് ഞാൻ തർക്കത്തിൽ ഏർപ്പെട്ടില്ല. ഞാൻ ആ ഒരു തർക്കങ്ങളും എൻ്റെ ചെവിയിലേക്ക് കയറിയില്ല. Unknown to me, my wife influenced some of my friends and business associates to drop in casually. ഞാൻ എൻ്റെ കൂട്ടുകാരുടെയും അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരായ ബിസിനസ് അസോസിയേഷൻ്റെ ഒക്കെ കൂടെ എൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ട് അവരെല്ലാം എന്നോട് സംസാരിച്ചു. ദേ വേർ മോസ്റ്റ്ലി നോൺ ഡ്രിങ്കേഴ്സ്. അവർ പലരും ഇതുപോലെ കുടിക്കാത്തവരായിരുന്നു. ആൻഡ് ജനറലി എൻ്റെ മൈ
by mildly upbraiding me. അതായത് ഞാനുമായി വഴക്കുണ്ടാക്കി അവരെല്ലാം പിരിഞ്ഞുപോയി. A fine lot of jobs comforters, I would say. ചില ജോബ് കീപ്പപ്പ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. I felt that everybody was against me. ഞാൻ ചിന്തിച്ചു എല്ലാവരും എനിക്കെതിരാണ്. Thought ഞാൻ ഇങ്ങനെ ചിന്തിച്ചു bitterly of my wife was being of little help and told my wife myself I wasn't getting the breaks. അപ്പം ഭാര്യ ആണെങ്കിൽ അവൾക്ക് ഒരു സഹായം കിട്ടുന്നില്ല, എനിക്കാണെങ്കിൽ ഒരു ബ്രേക്കും കിട്ടുന്നില്ല. ദാറ്റ് എവരിബഡി വാസ് മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ ആൻഡ് സോ ടു ഹെൽ വിത്ത് എവരിതിങ്. അപ്പൊ എല്ലാവരും എന്റെ ചുറ്റും ഒരു മല പണിതിടുന്ന പോലെയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഐ സ്റ്റിൽ ഹാഡ് മണി, എനിക്ക് പണമുണ്ട്. ആൻഡ് വിത്ത് മണി ഐ കുഡ് ഓൾവേസ് ബൈ ബോട്ടിൽ ഹാപ്പിനെസ്. ഞാൻ എപ്പോഴും ഈ സന്തോഷത്തോടു കൂടി കുപ്പി വാങ്ങാൻ കഴിയും. ആൻഡ് സ്റ്റിൽ മൈ വൈഫ് kept trying. എന്റെ ഭാര്യ വീണ്ടും തുടർച്ചയായി കൂട്ടി നിർത്താനായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഷി ഗോട്ട് ഓവർ പാസ്റ്റ് ടു ടോക്ക് ടു മീ. അവൾ എന്റെ പാസ്റ്ററോട് സംസാരിച്ചു. ഐ വാസ് നോ ഗുഡ്, ഞാൻ ശരിയല്ല. ഇറ്റ് വാസ് നോട്ട് ഗുഡ്, അതൊരു ശരിയായ രീതിയിൽ കലാശിച്ചില്ല. ഡ്രിങ്കിങ് ആൻഡ് സ്റ്റേയിങ് ഡ്രങ്ക് വിത്തൗട്ട് cessation, even my splendid constitution began to give away. My wife called the doctors who gave me temporary relief. അതായത് കുടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പലപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോയി അവരെനിക്ക് താൽക്കാലികമായ ഒരു ആശ്വാസത്തിനുള്ള മരുന്നുകളെല്ലാം തന്നു. ദെൻ മൈ വൈഫ് ലെഫ്റ്റ് മീ ആഫ്റ്റർ എ ബിറ്റർ കോറൽ ടേക്കിംഗ് ദ ചിൽഡ്രൻ വിത്ത് ഹെർ. എന്റെ ഭാര്യ എന്നെ പിരിഞ്ഞ് എന്റെ കുട്ടികളുമായി പോയി. മൈ പ്രൈഡ് വാസ് ഹർട്ട്, എന്റെ ആത്മാഭിമാനം ഹർട്ട് ചെയ്തു. ആൻഡ് ഐ ബിഗാൻ ടു റിഗാർഡ് മൈസെൽഫ് ആസ് ആൻ ഇൻജേർഡ് ഹസ്ബൻഡ് ആൻഡ് ആൻ അപ്രീഷിയേറ്റഡ് ഫാദർ. അങ്ങനെ ഞാൻ എന്റെ ആത്മാഭിമാനം ഹർട്ട് ചെയ്തു. ഐ ബിഗാൻ ടു റിഗാർഡ് മൈസെൽഫ് ആസ് എ ഇൻജേർഡ് ഹസ്ബൻഡ്. ഞാനൊരു ഉപദ്രവിക്കപ്പെട്ട അല്ലെങ്കിൽ ദ്രോഹം ചെയ്യപ്പെട്ട ഹസ്ബൻഡായി മാറി. അൺഅപ്രീഷിയേറ്റഡ് ഫാദർ, എനിക്ക് എൻ്റെ അച്ഛൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഫാദർ എന്ന രീതിയിൽ എനിക്ക് ഒരു അൺഅപ്രീഷിയേറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്ന് തോന്നി. ഹു ഡീപ്പ് ഇൻ ഹിസ് ഹെർട്ട് ജസ്റ്റ് ഡോട്ടഡ് ഓൺ ഹിസ് ചിൽഡ്രൻ. അപ്പോൾ എൻ്റെ ആഴത്തില് എൻ്റെ ഹൃദയത്തിൽ വേദന ഉണ്ടായി, പ്രത്യേകിച്ച് കുട്ടികളെ ഓർത്ത്. ഐ വെന്റ് ടു സീ ഹർ ആൻഡ് ഡിമാൻഡഡ് ടു സീ ദം. ഞാൻ അവളുടെ അടുത്തേക്ക് വീണ്ടും പോയി. ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് കുട്ടികളെ കാണണം. ഐ അപ്പ് ആൻഡ് ടോൾഡ് ഹെർ, ഞാൻ കൂടുതൽ ഇങ്ങനെ ഉയരത്തിൽ നിന്ന് അവളോട് പറഞ്ഞു, ദാറ്റ് ഐ ഡിഡ്ന്റ് കെയർ വെദർ ഷീ കെയിം ബാക്ക്. ഞാൻ നീ തിരിച്ചു വരുമെന്നൊന്നും എനിക്ക് പ്രശ്നമല്ല, ഓർ നോട്ട്, നീ വരുമോ വരൂല്ലോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ദാറ്റ് ഐ വാണ്ടഡ് ദ ചിൽഡ്രൻ, പക്ഷെ എനിക്ക് എൻ്റെ കുട്ടികളെ തിരിച്ചു വേണം. മൈ വൈഫ് വൈസ് വുമൺ, എൻ്റെ ഭാര്യ നല്ല ബുദ്ധിമതിയായ സ്ത്രീയായിരുന്നു. തോട്ട് ഷീ സ്റ്റിൽ ഹാഡ് എ ചാൻസ് ടു ഹാവ് മീ, സേവ് അവർ ഹോം ഫോർ ദ ചിൽഡ്രൻ. അപ്പോ വീണ്ടും അവൾ വിചാരിച്ചു എന്നോടൊപ്പം ഒരു ചാൻസും കൂടി കിട്ടും, അല്ലെങ്കിൽ എന്റെ കുടുംബം അല്ലെങ്കിൽ കുട്ടികളെയും രക്ഷിക്കാമെന്ന് അവൾ വിചാരിച്ചു. ഷീ ത്രൂ aside her sense of injury, spoke right up to me and said she was coming back, that forbidding her the house wouldn't work, that she had helped me get what I had and was going to cross its threshold and resume its management. അപ്പോ അവള് വീണ്ടും പറഞ്ഞു അവൾക്ക് കേട്ട പരിക്കുകളൊന്നും അവളെല്ലാം മറന്നു, അതിനെപ്പറ്റി അവൾ സംസാരിച്ചില്ല. അവൾ തിരിച്ചു വന്നു, എന്നോട് ക്ഷമിച്ചു, എൻ്റെ ജോലിക്കായിട്ട് അവൾ ശ്രമിച്ചു, അവൾ എന്നെ സഹായിച്ചു. അവൾ വീണ്ടും ഈ പറയുന്ന മാനേജ് ചെയ്യാനായിട്ട് അവൾ ശ്രമിച്ചു. അവൾ അങ്ങനെ തന്നെയാണ്, അവൾ അതുപോലെയുള്ള ഒരു സ്ത്രീയാണ്. When she opened the door, she was appalled at the sight of it. Curtains down. അതായത് അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ, അവൾ വാതിൽ തുറന്നപ്പോൾ അവൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. എല്ലാ കർട്ടനുകളും താഴെ, ഡിഷസ് ആൻഡ് യൂട്ടിൽസ് ആൻഡ് വാഷ്ഡ്. അതായത് പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ല. ഡയർട്ടി ഗ്ലാസസ് ആൻഡ് എംപ്റ്റി ബോട്ടിൽസ് എവരിവെയർ. വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തില് ഗ്ലാസുകൾ ഇരിക്കുന്നു, കുപ്പികളാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. എവരി ആൽക്കഹോളിക് റീച്ചസ് ദ എൻഡ് ഓഫ് ദ ടെതർ സംഡേ. എല്ലാ ആൽക്കഹോളിക്കളും ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അവസാനം എത്തിച്ചേരുക. ഫോർ മീ ദർ കെയിം എ ഡേ വെൻ ഫിസിക്കലി ആൻഡ് മെന്റലി. അപ്പോൾ മാനസികവും ശാരീരികവുമായ അവസ്ഥയിലേക്ക് ഞാൻ പ്രശ്നമുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. ഐ വാസ് അൺഏബിൾ ടു മേക്ക് മൈ വേ ടു സലൂൺ ഫോർ എ ഡ്രിങ്ക്. എനിക്ക് മദ്യഷാപ്പിലേക്ക് ഒരു കുടിക്കാനായി പോകാൻ പോലും കഴിവില്ലാത്തവനായി. വെൻ ടു ബെഡ്, ഞാൻ ബെഡിലേക്ക് കയറി. ഐ ടോൾഡ് മൈ വൈഫ്, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു,
ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് പറഞ്ഞു ദാറ്റ് ഐ വാണ്ട് ടു ക്വിറ്റ് ഡ്രിങ്കിങ് ബട്ട് ഐ കുഡിൻ. അതായത് എനിക്ക് മദ്യം നിർത്തണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. ഐ ആസ്ക്ഡ് ഹർ ടു ഡു സംതിങ് ഫോർ മീ. എനിക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം. ഐ ഹാഡ് നെവർ ഡൺ ദിസ് ബിഫോർ. ഞാൻ ഇങ്ങനെ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ നീഡഡ് ഹെൽപ്പ്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, എനിക്ക് സഹായം ആവശ്യമുണ്ട്. സംഹൗ ഇൻ ടോക്കിംഗ് വിത്ത് എ ലേഡി ഡോക്ടർ, ഞാനൊരു ലേഡി ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ മൈ വൈഫ് ഹാഡ് ഹിയർഡ് ഓഫ് അനദർ ഡോക്ടർ. ആ ലേഡി ഡോക്ടർ മറ്റൊരു ഡോക്ടറെ പറ്റി അവളോട് പറഞ്ഞു. ഹൂ ഇൻ സം മിസ്റ്റീരിയസ് വേ ഹാഡ് സ്റ്റോപ്ഡ് ഡ്രിങ്കിങ്. അതായത് അവിചാരിതമായ ഒരു വഴിയിലൂടെ കുടി നിർത്തിയ ഒരാളെ പറ്റി ആ ഡോക്ടർ അവളോട് പറഞ്ഞു. ആഫ്റ്റർ 30 years ആൻഡ് ഹാഡ് ബീൻ സക്സസ്ഫുൾ ഇൻ ഹെൽപ്പിംഗ് എ ഫ്യൂ അതർ ആൽക്കഹോളിസ്റ്റ് ടു ബിക്കം സോബർ. അതായത് 30 വർഷക്കാലത്തെ തന്റെ കുടിക്ക് ശേഷം മറ്റൊരു അവിചാരിതമായ വഴികളിലൂടെ കുടി നിർത്തിയ ഒരു ഡോക്ടറെ പറ്റി പറഞ്ഞു. അയാൾ ഇപ്പോൾ മറ്റു മദ്യാസക്തരെ സഹായിക്കുന്നുണ്ട്. അയാൾ ഇപ്പോഴും സോബറായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സുബോധവാനായി നിൽക്കുന്നുണ്ട്. ആസ് എ ലാസ്റ്റ് റിസോർട്ട്, അവസാനത്തെ തീരം അല്ലെങ്കിൽ രക്ഷാതീരം എന്ന രീതിയിൽ മൈ വൈഫ് അപ്പീൽ ടു ദിസ് ഡോക്ടർ, ഈ ഡോക്ടറോട് അപേക്ഷിച്ചു. ഹൂ ഇൻസിസ്റ്റഡ് ഓൺ എ സർട്ടൻ സിറ്റുവേഷൻ ബിഫോർ ഹി കുഡ് ഹെൽപ്പ്. അതായത് ഈ പറയുന്ന ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ സാഹചര്യത്തെ സഹായിക്കാൻ കഴിയുമോ? ഹിസ് എക്സ്പീരിയൻസ് ഹാഡ് തോട്ട് ഹിം that unless that a situation existed something could be done for the alcoholic. അതായത് ഒരു ആൽക്കഹോളിക്കിന് കുടി നിർത്താൻ ആഗ്രഹമില്ലെങ്കിൽ അവന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഡോക്ടറുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അനുഭവങ്ങൾ വെച്ചിട്ട് അവനത് നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഡസ് യുവർ ഹസ്ബൻഡ് വാണ്ട് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്? നിന്റെ ഭർത്താവിന് കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? ഓർ ഷീ മിയർലി ടെമ്പററിലി അൺകംഫർട്ടബിൾ? അല്ലെങ്കിൽ വളരെ സാധാ ടെമ്പററി എന്ന് വെച്ചാൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു സുഖമില്ലാത്തത് കൊണ്ട് നിർത്തുന്നതാണോ? ഹാസ് ഹി കം ടു ദ എൻഡ് ഓഫ് ദ റോഡ്? ഏതായാലും കുടിയുടെ ആ വഴിയിലൂടെ അവൻ അവസാനം എത്തിയെന്ന് അവന് തോന്നുന്നുണ്ടോ? ഹി ആസ്ക്ഡ് മൈ വൈഫ്. ആ ഡോക്ടർ എന്റെ ഭാര്യയോട് ചോദിച്ചു. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഹാഡ് എക്സ്പ്രസ്ഡ് എ ഡിസൈർ ടു ക്വിറ്റ്. അവൾ ആ ഡോക്ടറോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് അയാൾ കുടി നിർത്തണമെന്നുള്ള ഒരു കാര്യം, ഒരു ആഗ്രഹം എന്നോട് പറയുന്നത്. ദാറ്റ് ഐ ഹാഡ് ആസ്ക്ഡ് ഹെർ ഡെസ്പറേഷൻ ടു ട്രൈ ടു ഡു സംതിങ്. അതായത് വളരെ നിരാശാപൂർവം ഭാര്യ എന്നോട് അയാൾ ചോദിച്ചു, നീ എന്തെങ്കിലും ചെയ്യണം. ടു ഹെൽപ്പ് മീ സ്റ്റോപ്പ്, എനിക്ക് നിർത്തുന്നതിനായി എന്നെ സഹായിക്കണം. ഹി സെഡ് ഹി വുഡ് സീ മീ ദ ഫോളോയിങ് മോർണിംഗ്. അടുത്ത ദിവസം രാവിലെ അവൻ എന്നെ കാണാൻ പറയുമെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു. വിത്ത് എവരി പാർട്ട് ഓഫ് മൈ ബീയിങ് ക്രൈവിങ് എ ഡ്രിങ്ക്. അതായത് എല്ലാ തരത്തിലും രാവിലെ എണീറ്റപ്പോ എനിക്ക് മദ്യം കഴിക്കാനായിട്ടുള്ള കൊതിയുണ്ടായി. ഐ കുഡ് ഹാർഡ്ലി സിറ്റ് സ്റ്റിൽ. ഞാൻ വളരെ അങ്ങനെയുള്ള ഒരു ക്രേവിങ് അല്ലെങ്കിൽ കൊതി ഉണ്ടായിട്ട് പോലും ഞാൻ ഇരുന്നു. സ്റ്റിൽ വെൻ ഐ ഗോട്ട് അപ്പ് ടു വെയിറ്റ് ദ വിസിറ്റ് ഫ്രം ദ മാൻ. ഞാൻ ആ മനുഷ്യനെ കാണാനായിട്ട് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ കുടിക്കാതിരുന്നു. ഷീ ഹാഡ് ടോക്ക് ടു ഓൺ ദ ഫോൺ. അവൾ, എന്റെ ഭാര്യ, അവനെ ഫോണിൽ വിളിച്ചു. ബട്ട് സംതിങ് കെപ്റ്റ് മീ ഇൻ ദ ഹൗസ്. ഞാൻ വീട്ടിൽ നിന്നു. ഐ വാണ്ടഡ് ടു ഹിയർ വാട്ട് ദിസ് ഫെലോ ഹാഡ് ടു ഓഫർ. എനിക്കറിയണം എന്താണ് ഇയാൾ എനിക്ക് ഓഫർ ചെയ്യുന്നത്. ആൻഡ് സിൻസ് ഹി വാസ് എ മെഡിക്കൽ മാൻ, അദ്ദേഹം ഒരു വൈദ്യശാസ്ത്രത്തിന്റെ ഡോക്ടറാണ്. ഐ ഹാഡ് സം പ്രീ കൺസീവ്ഡ് നോഷൻസ് റെഡി ഫോർ ഹിം വെൻ ഹി കെയിം. അതായത് അയാൾ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും മരുന്ന് തരുമെന്നുള്ള ചില മുൻധാരണകളിലൂടെയൊക്കെ ഞാൻ അവിടെ ഇരുന്നു. ഐ വാസ് പ്രിറ്റി ജിറ്ററി. ഞാൻ വളരെയധികം വരയ്ക്കുന്നുണ്ടായിരുന്നു. വെൻ മൈ വൈഫ് ഓപ്പൺ ദ ഡോർ, എന്റെ ഭാര്യ ഡോർ തുറന്നു. ടു അഡ്മിറ്റ് എ ടോൾ somewhat Basque professional man who from his speech was obviously an Easterner. അതായത് ഈ രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന വലിയ പൊക്കമുള്ള ഒരു വലിയ മനുഷ്യൻ ആണ് അവിടെ വന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഹാഡ് എക്സ്പെക്ടഡ്. ഞാൻ എന്താണ് പ്രതീക്ഷിച്ചത് എനിക്കറിയില്ല. ബട്ട് ഹിസ് സല്യൂട്ടേഷൻസ് ഡിസൈൻ ടു ഷേക്ക് മീ അപ്പ്. I can now see had almost the same effect as the housing with cold water in a Turkish bath. അതായത് അയാളെ പറ്റി ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്കൊരു തണുത്ത വെള്ളം എൻ്റെ മേത്ത് വീണ പോലെ, ടർക്കിഷ് ബാത്ത് എടുത്ത പോലെ, കുളി എടുത്തത് പോലെ എനിക്ക് തോന്നി. I hear you are another Remy, he said as he smiled and sat down beside me. ഞാൻ കേട്ടു, നിങ്ങൾ മറ്റൊരു റമ്മി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഭാഷയാണ്. റമ്മിയുടെ അർത്ഥം എന്ന് വെച്ചാൽ കുടിയൻ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ഒരാൾ എന്നുള്ളൊരു റമ്മി എന്ന വാക്ക് വരും. ഐ ഹിയർ യു ആർ അനദർ റമ്മി, നിങ്ങൾ മറ്റൊരു കുടിയനാന്ന് ഞാൻ കേട്ടു.
He said as he smiled. അയാൾ ചിരിച്ചു. അയാൾ ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം എന്റെ അടുത്ത് വന്നിരുന്നു. I let him talk. ഞാൻ അവനെ സംസാരിക്കാൻ അനുവദിച്ചു. Gradually, പതുക്കെ പതുക്കെ he drew me out until what I did tell him gave him a picture of my experience. അദ്ദേഹം ചെറുതായി പല കാര്യങ്ങളും എനിക്ക് വരച്ചു കാട്ടി തന്നു. ഞാൻ അയാളോട് പല കാര്യങ്ങളും പറഞ്ഞു. എന്റെ അനുഭവങ്ങളുടെ ഒരു ചിത്രം ഞാൻ കൊടുത്തു. ആൻഡ് ദെൻ ഹി പുട്ട് ഇറ്റ് ടു മീ പെയിൻഫുള്ളി. അതിനുശേഷം അദ്ദേഹം വേദനാജനകമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇഫ് യു ആർ പെർഫെക്റ്റ്ലി ഷുവർ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും തീർച്ചയുണ്ടെങ്കിൽ ദാറ്റ് യു വാണ്ട് ടു ക്വിറ്റ് ഡ്രിങ്കിങ് ഫോർ ഗുഡ്, അതായത് മദ്യപാനം നിർത്താൻ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ഇറ്റ്, നിങ്ങൾക്ക് ഇത് ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, if you don't merely wish to get well so that you can take up drinking again at some future date, you can be relieved, he said. അതായത് ഏതെങ്കിലും തരത്തിൽ അടുത്ത ഒരു കാലത്ത് വീണ്ടും ഞാൻ മദ്യം എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഭാവിയിലെ ഏതെങ്കിലും ഫ്യൂച്ചർ ഡേറ്റിൽ, ഏതെങ്കിലും ഭാവിയിലെ ഒരു ഡേറ്റിൽ വീണ്ടും ഞാൻ മദ്യം എടുക്കുകയല്ല എന്ന് നീ തീരുമാനിച്ചു, യു ക്യാൻ ബി റിലീവ്ഡ്, നിനക്ക് മോചനം പ്രാപിക്കും, he said. അവൻ പറഞ്ഞു. I told him that I had never wanted anything. എനിക്ക് ഒരിക്കലും ഒന്നും വേണ്ട. As much as in my life, ഞാൻ എൻ്റെ ജീവിതത്തിൽ മൊത്തം as to be able to quit using liquor, and I meant every word of it. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മദ്യം കഴിക്കുകയില്ല, ഞാൻ മദ്യം ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ ശരിയായ അർത്ഥത്തിലാണ് ഞാൻ അത് പറഞ്ഞത്. The first thing to do with your husband, he said, turning to my wife. നിന്റെ ഭർത്താവ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭാര്യയുടെ നേരെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, is to get him to a hospital and have him defogged. അതായത് അവനെ ഒരു ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആകണം, അതിനുശേഷം അവനെ ഡിഫോഗ്ഡ് ചെയ്യണം, എന്ന് വെച്ചാൽ കാർമേഘം പോലെയുള്ള അവന്റെ ബ്രെയിനിൽ മാറ്റണം. I will make the necessary arrangements. ഞാൻ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊള്ളാം. He didn't go into any further explanation, not even to my wife. അയാൾ പിന്നീട് ഒന്നും വിശദീകരിച്ചില്ല, എന്റെ ഭാര്യയോട് ഒന്നും പറഞ്ഞില്ല. That evening I was in a hospital bed. അങ്ങനെ ആ ദിവസം വൈകുന്നേരം ഞാൻ ആശുപത്രി കിടക്കയിലെത്തി. The next day the doctor called. വീണ്ടും ഡോക്ടർ വന്നു. He told me that several formal alcohols were now dry as a result of following a certain prescribed course of action, and that some of them would be in to see me. അതായത് ധാരാളം മുൻകാല കുടിയന്മാരായിട്ടുള്ള ആളുകള് ചില ഒരു പ്രിസ്ക്രൈബ്ഡ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു പറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സ് എടുത്തുകൊണ്ട്, പ്രവർത്തിക്കുന്ന ഒരു കോഴ്സ് എടുത്തുകൊണ്ട് അവർ മോചനം പ്രാപിച്ചു. അവർ നിന്നെ കാണാൻ വരും. മൈ വൈഫ് കെയിം ടു സീ മീ ഫെയ്ത്ത്ഫുള്ളി. വിശ്വാസപൂർവ്വം എന്റെ ഭാര്യ എന്റെ അടുത്ത് വന്നു. ഷീ ടു ഹാഡ് ബീൻ ലേണിംഗ് perhaps more quickly than I was doing through talking with the doctor, who by this time was getting down to brass tacks with me. അപ്പോ അവളിങ്ങനെ പഠിച്ചു. അതായത് ഞാൻ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഡോക്ടറോട് സംസാരിക്കുന്നതും ആ സമയത്ത് എന്റെ താഴ്മയെല്ലാം അവൾക്ക് മനസ്സിലായി. മൈ ഫ്രണ്ട് വാസ് ദ ഹ്യൂമൻ ഏജൻസി എംപ്ലോയിഡ് ബൈ ആൻ ഓൾവൈസ് ഫാദർ ടു ബ്രിങ് മീ ഇൻ ടു എ പാത്വേ ഓഫ് ലൈഫ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഒരു ഹ്യൂമൻ ഏജൻസി എംപ്ലോയി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം കൊണ്ടുവരുന്ന ആളായിരുന്നു. ഇറ്റ് ഈസ് ആൻ ഈസി മാറ്റർ ടു റിപ്പീറ്റ് ആൻഡ് ഓർഡർലി അഫൈം എ ഫെയ്ത്ത്. അങ്ങനെ എനിക്ക് വളരെ വേഗം ഫെയ്ത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് വരാൻ കഴിഞ്ഞു. ഹിയർ വെയർ ദീസ് മെൻ ഹൂ വിസിറ്റഡ് മീ ആൻഡ് ദേ ലൈക്ക് മൈസെൽഫ് ആൻഡ് ട്രൈഡ് എവറിഥിങ് എൽസ്, ആൻഡ് ഓൾദോ ഇറ്റ് വാസ് പ്ലെയിൻ ടു ബി സീ നൺ ഓഫ് ദം വെയർ പെർഫെക്റ്റ്, they were living proof that the sin's attempt to follow the cardinal teachings of Jesus Christ was keeping them sober. അതായത് മറ്റു മനുഷ്യർ അവിടെ വന്നു, അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരെല്ലാം ഈ പറയുന്ന ഈ പദ്ധതി തുടർന്നു വന്നവരാണ്, അവര് ജീവിക്കുന്ന സാക്ഷികളാണ്, അവര് ആത്മാർത്ഥമായി ഇത് ശ്രമിച്ചവരാണ്. കാർഡിനൽ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ടീച്ചിങ്സ് ആണ്. നമുക്കറിയാം, അന്ന് അവിടെ ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഇഫ് ഇറ്റ് കുഡ് ഡു ദാറ്റ് ഫോർ അതേഴ്സ് ഐ വാസ് റിസോൾവ് ടു ട്രൈ ഇറ്റ്. മറ്റുള്ളവർക്ക് ഇത് പ്രവർത്തിക്കുമെങ്കിൽ ഞാനും ഇത് ട്രൈ ചെയ്യാം. ബിലീവിങ് ഇറ്റ് കുഡ് ഡു സംതിങ് ഫോർ മീ ഓൾസോ. ഞാനും അങ്ങനെ വിശ്വസിച്ചു, ഇതെനിക്കും പ്രവർത്തിക്കും.
I went home after 4 days. 4 ദിവസത്തിന് ശേഷം ഞാൻ വീട്ടിൽ പോയി. My mind clear. എൻ്റെ മനസ്സ് വളരെ ക്ലിയർ ആയി. ഫീലിംഗ് മച്ച് ബെറ്റർ ഫിസിക്കലി ആൻഡ് വാട്ട് വാസ് ഫോർ മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ ശാരീരികമായിട്ടൊരു നന്നായി തുടങ്ങി. വിത്ത് സംടൈംസ് ബെറ്റർ ദാൻ ജസ്റ്റ് വിൽ പവർ ടു ഏൺ മീ. എനിക്ക് ഇച്ഛാശക്തിയേക്കാളും വലിയ ഒരു ശക്തി എനിക്ക് കിട്ടി. ഐ ഗോട്ട് ടു നോ അതേഴ്സ് ഓഫ് ദിസ് ആൽക്കോളിസ്റ്റ് ഹൂസ് ഹ്യൂമൻ സെന്റർ വാസ് മൈ ഡോക്ടർ. അപ്പം മറ്റ് ആൽക്കഹോളികളിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അവര് എൻ്റെ വീട്ടിൽ വന്നു. ഐ മെറ്റ് ദെയർ വൈഫ്സ് ആൻഡ് ഫാമിലീസ്. അവരെൻ്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും കണ്ടു. ദേ ഇൻവൈറ്റഡ് മൈ വൈഫ് ആൻഡ് മൈസെൽഫ് ടു ദെയർ ഹോം. അവരെന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എൻ്റെ ഭാര്യയെയും എന്നെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഐ ലേൺഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി വെൽ ടു ബിഗിൻ ദ ഡേ വിത്ത് മോർണിംഗ് ഡിവോഷൻസ് വിച്ച് ഈസ് ദ കസ്റ്റം ഇൻ അവർ ഹൗസ് നൗ. ഞാനൊരു കാര്യം മനസ്സിലാക്കി. രാവിലെ തുടങ്ങുന്നത് ഒരു ദൈവികതയിലായിരിക്കണം. അതിപ്പോ എൻ്റെ വീട്ടിലെ സ്ഥിരം പരിപാടിയാണ്, അല്ലെങ്കിൽ അതൊരു ശീലമാണ്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് എ ഇയർ, ഒരു വർഷത്തിന് ശേഷം, ആൻഡ് ഐ ബിഗാൻ ടു ഗെറ്റ് എ ലിറ്റിൽ കെയർലെസ്. ഞാൻ വളരെ അശ്രദ്ധാപൂർവം ജീവിക്കാൻ തുടങ്ങി. വൺ ഡേ, ഒരു ദിവസം, ഐ ഹോസ്റ്റഡ് എ ഫ്യൂ ഡ്രിങ്ക്സ്. ഞാൻ കുറച്ച് കുടിക്കാൻ തുടങ്ങി. അറൈവിംഗ് ഹോം ഫാർ ഫ്രം സോബർ. ഞാൻ സുബോധവാനല്ലാതെ വീട്ടിലെത്തി. മൈ വൈഫ് ആൻഡ് ഐ ടോക്ട് ഇറ്റ് ഓവർ. ഞാനും എൻ്റെ ഭാര്യ സംസാരിച്ചു. ബോത്ത് നോയിങ് ഇറ്റ് ഹാഡ് ഹാപ്പൻ ബിക്കോസ് ഐ ഹാഡ് സ്റ്റോപ്ഡ് ഫോളോയിങ് ദ പ്ലാൻ. എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന പ്ലാൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്, പിന്തുടരാത്തത് കൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. ഐ അക്നോളജ് മൈ ഫോൾട്ട് ടു ഗോഡ്. ഞാൻ എൻ്റെ ദൈവത്തോട് മാപ്പ് പറഞ്ഞു. ആസ്ക്ഡ് ഹിസ് ഹെൽപ്പ് ടു കീപ് ദ ഹോഴ്സ് ടു ഫോളോ. അദ്ദേഹത്തിന്റെ ആ കോഴ്സ് പിന്തുടരാനായിട്ട് ശ്രമിച്ചു. അവർ ഹോം ഈസ് ഹാപ്പി വൺ. ഇപ്പോൾ എൻ്റെ കുടുംബം സന്തോഷത്തിലുള്ള ഒന്നാണ്. മൈ ചിൽഡ്രൻ നോ ലോങ്ങർ ഹൈഡ് വെൻ ദേ സീ മീ കമ്മിങ്. അതായത് എൻ്റെ കുട്ടികൾ ഓടി ഒളിക്കുന്നില്ല അവരെന്നെ കാണുമ്പോൾ. മൈ ബിസിനസ് ഹാസ് ഇംപ്രൂവ്ഡ്. എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നു. ആൻഡ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഐ ട്രൈ ടു ഡു വാട്ട് ഐ ക്യാൻ ഫോർ മൈ ഫെലോ ആൽക്കോളിസ്റ്റ്. ഞാൻ എൻ്റെ കൂട്ടുകാരായ സഹപ്രവർത്തകരായ മദ്യാസക്തർ ചെയ്ത ആ കാര്യങ്ങൾ തന്നെ ഞാനും ഫോളോ ചെയ്യാൻ പരിശ്രമിച്ചു. ഇൻ അവർ ടൗൺ ദർ ആർ സം 70 ഓഫ് us. ഇപ്പോൾ ഞങ്ങളുടെ ടൗണിൽ 70ഓളം ആളുകളുണ്ട്. റെഡി ആൻഡ് വില്ലിംഗ് ടു സ്പെൻഡ് അവർ ടൈം. അതായത് ഞങ്ങളുടെ സമയം ചെലവഴിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. ഷോ ദ വേ ടു സോബറിറ്റി ആൻഡ് സാനിറ്റി ടു മെൻ ഹു ആർ ലൈക്ക് വാട്ട് വി യൂസ് ടു ബി. അതായത് ഞങ്ങളുടെ ഈ സുബോധാവസ്ഥയും ഈ സാന്നിധ്യം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെക്ക് ഇത് കാണിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പഴയകാല ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതം കാണിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത കഥ എ വാർഡ് ഓഫ് ദ പ്രൈവറ്റ് കോർട്ട് എന്നാണ്. അറ്റ് അബൌട്ട് ദ ടൈം ഓഫ് മൈ ഗ്രാജുവേഷൻ ഫ്രം ഹൈസ്കൂൾ. അതായത് എൻ്റെ ഹൈസ്കൂളിലെ ഗ്രാജുവേഷന്റെ സമയത്ത് എ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അവർ സിറ്റി. ഞങ്ങളുടെ സംസ്ഥാനത്തെ ഒരു യൂണിവേഴ്സിറ്റി അവിടെ തുറന്നു. ഓൺ ദ കോൾ ഫോർ ആൻ ഓഫീസ് അസിസ്റ്റന്റ്. ഞാനൊരു ഓഫീസ് അസിസ്റ്റന്റ് വിളിക്കുക. ഐ വാസ് റിക്കമെൻഡഡ് ബൈ മൈ സൂപ്രണ്ടന്റ് ആൻഡ് ഗോട്ട് ടു ദ പൊസിഷൻ. എനിക്ക് അവിടുത്തെ സൂപ്രണ്ടന്റിനെ വിളിക്കുകയും എനിക്ക് അവിടെ ഒരു പൊസിഷൻ കിട്ടുകയും ചെയ്തു. ഐ വാസ് റാദർ ഹിസ് ചോയ്സ് ആൻഡ് പ്രൈഡ് ബട്ട് എ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ. ഞാൻ അവന്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിനെക്കുറിച്ച് ഒരു ആത്മാഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഐ മെറ്റ് ഹിം ഇൻ എ നിയർ ബൈ സിറ്റി ആൻഡ് പാൻ ഹാൻഡിൽഡ് ഹിം ഫോർ $2 ഫോർ ഡ്രിങ്ക്സ്. പക്ഷേ അവനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടു. ഞാൻ അവന്റെ മുമ്പിൽ കൈനീട്ടി $2 വേണ്ടി, അല്ലെങ്കിൽ പണത്തിന്റെ പേരാണ് ബക്സ്, അതിന് കുടിക്കാനായി. ഐ ഗ്രൂ വിത്ത് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്വാൻസ്ഡ് ഇൻ പൊസിഷൻ. ഞാൻ ആ സ്ഥാപനത്തിലാണ് വളർന്നത്. പല പൊസിഷനുകളും എനിക്ക് കിട്ടി. ഐ ടുക്ക് എ ഇയർ ഓഫ് ഫോർ അറ്റൻഡൻസ് അറ്റ് ആൻ എഞ്ചിനീയറിംഗ് കോളേജ്. ഞാൻ ഒരു വർഷക്കാലം അവിടെ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. അറ്റ് കോളേജ് ഐ റിഫ്രെയിൻഡ് ഫ്രം മൈ ഹിലാരിയസ് സെലിബ്രേറ്റിംഗ് ഓർ ഡ്രിങ്കിങ്. ഞാൻ പലപ്പോഴും ഈ പറയുന്ന കുടിക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. വാർ വാസ് ഡിക്ലെയർഡ്. അപ്പൊ ഒന്നാം ലോകമഹായുദ്ധം പ്രഖ്യാപിച്ചു. ഐ വാസ് അവേ ഫ്രം ഹോം ഓൺ ബിസിനസ് അറ്റ് ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ. ഞാൻ ഒരു ബിസിനസ്സിനായിട്ട് വീട്ടിൽ നിന്ന് അകലെയായിരുന്നു. വേർ മൈ മദർ കുഡിന്റ് റേസ് ഒബ്ജക്ഷൻസ് ആൻഡ് ഐ എൻലൈസ്ഡ്. ഓവർസീസ് ഐ വാസ് ഓൺ 5 ഫ്രണ്ട്സ് ഫ്രം അലാസ്ക അപ്പോൺ ടു ദ നോർത്ത് സീ. അപ്പം ഞാൻ ഈ ഓവർസീസിലുള്ള
Alaska North Seal. Upon relief from the lines back in the rest area, Windhoek and Kohanak helped in the let down from trying circumstances. I was introduced to the exploration of intoxications. അതായത് ഞാൻ വളരെ കുടിച്ച് ബോധവാനായി അങ്ങ് സുബോധമില്ലാതെ കടന്നു. എന്റെ ഇൻടോക്സിക്കേഷന് വേണ്ടി ദ ഓൾഡ് സ്പിരിറ്റ് വാട്ട് ദ ഹെൽ ഇങ്ങനെ പറഞ്ഞു, വാട്ട് ദ ഹെൽ എന്താണ്, എന്ത് നരകമാണിത്. ഹേനി മേ ഹാവ് യു ടാഗ്ഡ് ഡിഡിന്റ് ഹെൽപ്പ് ടുവാർഡ് മൈ മോഡറേഷൻ ഇൻ ഡ്രിങ്കിങ് ദെൻ. പിന്നീട് ഞാൻ സുബോധവാനായി കഴിയുമ്പോൾ ഞാൻ മോഡറേറ്റ് രീതിയിൽ കുടിക്കാമെന്ന് തീരുമാനിച്ചു. വി ഹാഡ് മെനി കാഷ്വാലിറ്റീസ് ബട്ട് വൺ ഓഫ് ദ റിയൽ catastrophes was the loss of a pal, a lieutenant who died from the DTs over there after it was all over. അപ്പോൾ എൻ്റെ കൂടെയുള്ള പലരും കുടിക്കുകയും അവർക്ക് ഡെലിവറിയും ട്രമൻസ് വരികയും അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ദിസ് ഡിഡിൻ സ്ലോ മീ അപ്പ്. പക്ഷെ ഇതൊന്നും എന്നെ കുടിയിൽ നിന്ന് അകറ്റി നിർത്തിയില്ല. ആൻഡ് ബാക്ക് ഇൻ ദ സ്റ്റേറ്റ് ഐ ഹാഡ് എ ബിഗ് ഫ്ലിങ് ബിഫോർ റിട്ടേണിംഗ് ഹോം. ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് വീണ്ടും വളരെയധികം കുടിച്ചുകൊണ്ടേയിരുന്നു. മൈ പ്ലാൻസ് വെയർ ടു കവർ അപ്പ് വിത്ത് മൈ മദർ. എപ്പോഴും എൻ്റെ പദ്ധതി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയിൽ നിന്ന് കുപ്പി ഒളിച്ചു വെക്കുക. ആൻഡ് ദ ഗേൾ ഐ വാസ് ടു മാരി. ഞാൻ കല്യാണം കഴിക്കാമെന്ന പെൺകുട്ടിയിൽ നിന്നും മദ്യം ഒളിച്ചു വെക്കണം. ദാറ്റ് ഐ ഹാഡ് ബിക്കം അഡിക്റ്റഡ് ടു ആൽക്കഹോൾ. ഞാൻ ഇപ്പോൾ മദ്യത്തിന്റെ ഒരു അടിമയായി മാറിയിരിക്കുന്നു. ബട്ട് ഐ എക്സ്പോസ്ഡ് ദ ഫാക്ട് ആൻഡ് ദ ഡേ ഓവർ എൻഗേജ്മെന്റ് വാസ് അനൗൺസ്ഡ്. പക്ഷെ ഞാനൊരു കാര്യം അവളെ വെളിപ്പെടുത്തി. ഓൺ ദ വേ ഐ മെറ്റ് എ ട്രെയിനിങ് ക്യാമ്പ് ബഡി ഗോട്ട് ഡ്രങ്ക് ആൻഡ് മിസ്ഡ് ദ പാർട്ടി. അപ്പോൾ എൻഗേജ്മെന്റ് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ഒരു എൻ്റെ ട്രെയിനിങ്ങിൽ, അതായത് പട്ടാളത്തിലെ ട്രെയിനിങ് ക്യാമ്പിലെ ഒരു കൂട്ടുകാരനെ കണ്ടു, കുടിച്ചു. ഞാൻ ആ പാർട്ടിയിൽ നിന്ന് മാറിപ്പെട്ടു. ബൂസ് ഹാർഡ് ഗോട്ട് ഓവർ ഇറ്റ്സ് ഫസ്റ്റ് റിയൽ ബ്ലോ ഓൺ മീ. അങ്ങനെ കുടി ആദ്യമായി എന്നെ മറിച്ചിട്ടു. ഐ സോ ഹർ ബ്രീഫ്ലി ദാറ്റ് നൈറ്റ്. ഞാൻ വളരെ ചുരുക്കമായിട്ട് അവളെ കണ്ടു. ബട്ട് ഡിഡിൻ ഹാവ് ദ ഗട്ട്സ് ടു ഫേസ് ഹെർ പീപ്പിൾ. പക്ഷെ എനിക്ക് അവളുടെ ആളുകളെ കാണാനായിട്ടുള്ള ധൈര്യം ഉണ്ടായില്ല. ദ റൊമാൻസ് വാസ് ഓവർ. അങ്ങനെ ആ റൊമാൻസ് അവിടെ അവസാനിച്ചു. ടു ഫോർഗെറ്റ് ഐ എൻഗേജ്ഡ് ഇൻ എ സൂപ്പർ ആക്റ്റീവ് ലൈഫ് ഇൻ സോഷ്യൽ. ഞാൻ എല്ലാം മറന്നു. ഈ ആക്റ്റീവായിട്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാടിൽ ഞാൻ ജീവിച്ചു. ഫ്രാട്രേണൽ ആൻഡ് സിവിക് പ്രൊമോഷൻ ഇൻ മൈ കമ്മ്യൂണിറ്റി. അങ്ങനെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പല പ്രൊമോഷനുകളും വാങ്ങി. ദിസ് ഓൾ ഔട്ട്സൈഡ് മൈ പൊസിഷൻ ഇൻ ദ പ്രസിഡന്റ് ഓഫീസ് ഓഫ് ദ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അങ്ങനെ എനിക്ക് പ്രസിഡന്റ് ഓഫീസിൽ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പൊസിഷൻ കിട്ടി. ഐ ബിക്കം എ ലീഡർ, ദ ബിഗ് ഫ്ലാഷ് ഇൻ ദ പ്ലാൻ. ഞാനൊരു ലീഡറായി മാറി. ഐ ഓർഗനൈസ്ഡ് ആൻഡ് വാസ് ഫസ്റ്റ് കമാൻഡർ ഓഫ് ദ അമേരിക്കൻ ലീജിയൻ പോസ്റ്റ്, റൈസ്ഡ് ഫണ്ട്സ് ആൻഡ് ബിൽറ്റ് എ ഫൈൻ മെമ്മോറിയൽ ക്ലബ് ഹൗസ്. ഞാൻ അവിടെ ഫസ്റ്റ് കമാൻഡറായി മാറി. അമേരിക്കൻ ലീജിയനിലെ ഞാൻ ചില ഫണ്ടുകൾ കണ്ടെത്തി. അങ്ങനെ മെമ്മോറിയൽ ക്ലബ് ഹൗസ് പണിതു. വാസ് സെക്രട്ടറി ഓഫ് എൽക്സ് ഈഗിൾസ് ചേംബർ ഓഫ് കൊമേഴ്സ്. ക്ലബുകളുടെ പേരാണ്. സെക്രട്ടറി ഓഫ് എൽക്സ് എന്ന് പറഞ്ഞ ക്ലബ്ബ്, ഈഗിൾസ് എന്ന് പറഞ്ഞ ക്ലബ്ബ്, ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന ക്ലബ്ബ്, സിറ്റി ക്ലബ്ബ്, ആൻഡ് ആക്റ്റീവ് ആസ് ആൻ ഓപ്പറേറ്റർ ആൻഡ് ഓഫീസർ ഇൻ പൊളിറ്റിക്കൽ സർക്കിൾ. അപ്പോൾ അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലും ഞാൻ വളരെയധികം ഒരു ഓഫീസർ ആകുകയും ആക്റ്റീവ് ആകുകയും ചെയ്യും. ഐ വാസ് ഓൾവേസ് എ ഗുഡ് ഫെലോ. ഞാൻ എപ്പോഴും നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ കൺട്രോൾഡ് മൈ ഡ്രിങ്കിങ്. ഞാൻ എൻ്റെ കുടി നിയന്ത്രിച്ചിരുന്നത് പോലെ തോന്നി. ഇൻഡോൾജിങ് ഓൺലി ഇൻ സ്പ്രീസ് ഇൻ പ്രൈവറ്റ് ക്ലബ്സ് ഓർ എവേ ഫ്രം ഹോം. ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴോ ഏതെങ്കിലും പ്രൈവറ്റ് ക്ലബ്ബുകളിൽ, സ്വകാര്യ ക്ലബ്ബുകളിലോ വെച്ചോ ഞാൻ വളരെയധികം കുടിച്ചു കൂത്താടിയിരുന്നെങ്കിലും ഞാൻ എൻ്റെ കുടി നിയന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഐ വാസ് ഡിപ്പോസ്ഡ് ഫ്രം ദ എക്സിക്യൂട്ടീവ് പൊസിഷൻ അറ്റ് ദ കോളേജ് ബൈ എ പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻ ദ ഗവർണർഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് സംസ്ഥാനത്ത് ഉണ്ടായ പുതിയ ഗവർണർ വന്നപ്പോൾ എന്റെ പൊസിഷൻ നഷ്ടപ്പെട്ടു. ഐ ന്യൂ ദ സെയിൽസ് മാനേജർ ഓഫ് ദ സെക്യൂരിറ്റീസ് ഡിവിഷൻ ഓഫ് ദ ലാർജ് യൂണിവേഴ്സിറ്റി കോർപ്പറേഷൻ ഇൻ വാൾ സ്ട്രീറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ഔട്ട് ടു സെൽ സെക്യൂരിറ്റീസ്. എനിക്ക് ഒരു സെയിൽസ് മാനേജർ അറിയാമായിരുന്നു ഈ ലാർജ് യൂട്ടിലിറ്റി കോർപ്പറേഷന്റെ വാൾ സ്ട്രീറ്റിലുള്ള. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് സെക്യൂരിറ്റീസ് വിൽക്കാൻ തുടങ്ങി. ദിസ് ഇഷ്യൂസ് ആൻഡ് ദ മാർക്കറ്റ് വെയർ ഗുഡ് ആൻഡ് ഐ ഹാഡ് എ ഫൈൻ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഈ പറയുന്ന മാർക്കറ്റ് വളരെ നല്ലതായിരുന്നു. എനിക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയത്. ഐ വാസ് എവേ ഫ്രം ഹോം ആൻഡ് ബിഗാൻ ടു ഡ്രിങ്ക് ഹെവിലി. ഞാൻ വീട്ടിൽ നിന്ന് അകന്ന് കൂടുതൽ കുടിക്കാൻ തുടങ്ങി. ടു ഗെറ്റ് അവേ ഫ്രം മൈ ഡ്രിങ്കിങ് അസോസിയേറ്റ്. ഞാൻ പലപ്പോഴും എൻ്റെ കുടിയന്മാരായ കൂട്ടുകാരോടുകൂടി ചേർന്നു. ഐ മാനേജ്ഡ് ടു ബി ട്രാൻസ്ഫേർഡ് ടു അനദർ സിറ്റി ബട്ട് ദിസ് ഡിഡിൻ ഹെൽപ്പ്. ഞാൻ മറ്റൊരു സിറ്റിയിലേക്ക് മാറി താമസിച്ചു നോക്കി, പക്ഷെ അത് സഹായിച്ചില്ല. ബൂസ് ഹാർഡ് മീ.
അതായത് കുടി എന്നോടൊപ്പം കൂടി. മൈ സെയിൽസ് ആൻഡ് കമ്മീഷൻസ് ഡിമിനിഷ്ഡ്. എന്റെ വിൽപ്പനയും അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനുകളും കുറഞ്ഞു വന്നു. ഐ റിമെയിൻഡ് ഓൾമോസ്റ്റ് ഇൻ എ കണ്ടിന്യൂസ് സ്റ്റെപ്പർ ഓൺ മൈ ഡ്രോയിങ് അക്കൗണ്ട് ആൻഡിൽ ഐ വാസ് റിലീസ്ഡ്. അപ്പോ ഞാൻ തുടർച്ചയായിട്ടുള്ള കുടിയോടുകൂടി ഈ ബിസിനസ് എല്ലാം അവസാനിച്ചു. ഐ ബ്രേസ്ഡ് അപ്പ്, ഗെറ്റ് സോബർ ആൻഡ് മേഡ് എ ഗുഡ് കണക്ഷൻ. ഞാൻ പലപ്പോഴും നല്ല സോബറാകാൻ തീരുമാനിച്ചു. നല്ല പല ഏജൻസികളുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാൻ തീരുമാനിച്ചു. എ കൺസേൺ പ്രൊമോഷൻ യൂറോപ്യൻ ട്രാവൽ ആൻഡ് സ്റ്റഡി അറ്റ് ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി ഇൻ യൂറോപ്പ്. അപ്പൊ യൂറോപ്പിലുള്ള പല സ്റ്റഡീസിലുമായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റികളിലുമായി പോയി. ദോസ് വെയർ ദ ബാത്ത് ടബ് ജിൻ ഡേയ്സ് ആൻഡ് ഫോർ ഡ്രിങ്കിങ് ഇൻ ആൻഡ് അബൌട്ട് മൈ ഓഫീസ് ഐ ഹെൽഡ് ഔട്ട് ദ പൊസിഷൻസ് ഓൺലി എ ഇയർ. ഒരു വർഷത്തിന് ശേഷം അങ്ങനെയുള്ള ഒരു ബാറ്റബില് വെച്ച് ജിൻ കഴിച്ച് ഞാൻ ബോധാവസ്ഥയിലായി. അങ്ങനെ എൻ്റെ ആ ജോലി നഷ്ടപ്പെട്ടു. ഒരു വർഷക്കാലം മാത്രമേ ആ ജോലി കൊണ്ടുവരുന്നുള്ളൂ. ആ ജോലി യൂറോപ്യൻ ട്രാവലിന്റെ സ്റ്റഡിയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റി ഓഫ് യൂറോപ്പിലായിരുന്നു ആ ജോലി. ഐ വാസ് നൗ എൻഗേജ്ഡ് ടു ബി മാരീഡ് ആൻഡ് ഞാനിപ്പോൾ കല്യാണം കഴിക്കാനായി പോവുകയാണ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട് അനദർ പൊസിഷൻ ആസ് സെയിൽസ്മാൻ ഫോർ എ ലാർജ് കോർപ്പറേഷൻ. ഈ സമയത്ത് എനിക്കൊരു വലിയൊരു കോർപ്പറേഷൻ ബാങ്കില് നല്ലൊരു സെയിൽസ്മാൻ ആയിട്ടുള്ള പൊസിഷൻ കിട്ടി. ഐ വർക്ക്ഡ് ഹാർഡ്. ഞാൻ നന്നായി ജോലി ചെയ്തു. വാസ് സക്സസ്ഫുൾ. ഞാൻ വളരെ വിജയിയായി. ആൻഡ് ഡ്രിങ്കിങ് ബിക്കേം പീരിയോഡിക്കൽ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിക്കുമായിരുന്നു. ഐ വാസ് മാരീഡ് ആൻഡ് മൈ വൈഫ് സൂൺ ലേൺഡ് ദാറ്റ് ഐ വാസ് നോ സോഷ്യൽ ഡ്രിങ്കർ. ഞാൻ കല്യാണം കഴിച്ചു. എൻ്റെ ഭാര്യ പെട്ടെന്ന് മനസ്സിലാക്കി ഞാനൊരു സോഷ്യൽ ഡ്രിങ്കർ അല്ല. ഐ ട്രൈഡ് ഹാർഡ് ടു കൺട്രോൾ ഇറ്റ്. ഞാൻ വളരെ എല്ലാം ബലം പിടിച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ബട്ട് കുഡ് നോട്ട്. എനിക്ക് കഴിഞ്ഞില്ല. ദർ വർ മെനി സെപ്പറേഷൻസ് ആൻഡ് ഷീ കുഡ് റിട്ടേൺ ഹോം. പലപ്പോഴും അവൾ എന്നെ വിട്ടുപിരിഞ്ഞു പോയി. പക്ഷെ അവൾ തിരിച്ചു വന്നു. ഐ വുഡ് മേക്ക് പ്ലഡ്ജസ്. ഞാൻ പ്രതിജ്ഞകൾ എടുത്തു. ആൻഡ് എ സിൻസിയർ എഫേർട്ട് ആൻഡ് ദെൻ മൈ ടോപ്പ് വുഡ് ബ്ലോ ഓഫ് അഗെയിൻ. ഞാൻ പല പ്രതിജ്ഞകളും അവളുടെ മുമ്പിൽ എടുത്തു. പലതും ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷേ ചിലപ്പോൾ മിക്കവാറും അതെല്ലാം പരാജയപ്പെട്ടു. ഐ ബിഗാൻ ഹിയർ ടു ടേക്ക് സാനിറ്റോറിയം ട്രീറ്റ്മെന്റ് ടു സാറ്റിസ്ഫൈ മൈ വൈഫ് ആൻഡ് മൈ ഫോക്സ്. പലപ്പോഴും ഞാൻ സാനിറ്റോറിയം ട്രീറ്റ്മെന്റുകൾക്കായി, ചികിത്സയ്ക്കായി പോയി. അതെന്റെ ഭാര്യയെയും എന്റെ കൂട്ടുകാരെയും സംതൃപ്തിപ്പെടുത്താനായിരുന്നു. ഐ ഹാഡ് എ ഗ്രേറ്റ് കപ്പാസിറ്റി ഫോർ ഡ്രിങ്ക് ആൻഡ് വർക്ക്. എനിക്ക് പലപ്പോഴും കുടിച്ച് ജോലി ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടർക്കിഷ് ബാത്ത്, ബ്രോമോ സെൽസർ ആൻഡ് അസ്പിരിൻ, ഐ ഹെൽഡ് ടു ദ ജോബ്. പലപ്പോഴും ഈ പറയുന്ന ബ്രോമോ സെൽസർ ആൻഡ് ആസ്പിരിൻ ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. ഐ ബിക്കേം ടോപ്പ് നോച്ചർ ഇൻ ദ എൻറ്റയർ സെയിൽസ് ഫോഴ്സ് ഓഫ് ദ കൺട്രി. ഞാൻ പലപ്പോഴും ആ രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല വിൽപ്പനക്കാരനായി മാറി. ഐ വാസ് അസൈൻഡ് ടു മോർ സ്പെഷ്യൽ ടെറിട്ടറി ആൻഡ് ഫൈനലി ഇൻ ടു ദ മാർക്കറ്റ് ഓഫ് നീസ്റ്റ് കോമ്പറ്റീഷൻ. ഞാൻ വിൽപ്പനയില് ഉന്നത സ്ഥലത്തെത്തുകയും ആ സ്പെഷ്യൽ ടെറിട്ടറി ഓരോ ഭാഗങ്ങളിലും അതിർത്തികളിലും എന്നെ അവർ നിയമിക്കുകയും ചെയ്തു. ഐ വാസ് ടോപ്പ് റേറ്റ് ഇൻ സാലറി. എനിക്ക് വലിയ ശമ്പളം ഉണ്ടായി. ബോണസ് അവാർഡ്സ്. എനിക്ക് ബോണസായിട്ട് ബോണസുകൾ കിട്ടി. ആൻഡ് വാസ് ബ്രിങ്ങിങ് ഇൻ ദ വോളിയം. അത് വളരെയധികം കൂടി വന്നു. ബട്ട് ദർ വാസ് ഓൾവേസ് ദ ഡ്രോബാക്ക്. മൈ എക്സസീവ് ഡ്രിങ്കിങ് മേഡ് എ ടൈം. അപ്പോൾ എനിക്ക് കുടി കൂടുകയും പലപ്പോഴും ഇതെനിക്ക് കിട്ടാതെ വരികയും ചെയ്തു. ഐ വാസ് കോൾഡ് ഇൻ വൺസ് ടോയ്സ് ആൻഡ് വാണ്ടഡ്. എന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്നെ വാൺ ചെയ്തു. ഫൈനലി ഐ വാസ് ടു ബി ടോളറേറ്റ് എനി ലോങ്ങർ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഓൾദോ ഐ വാസ് ഡൂയിങ് എ ഗുഡ് ജോബ്. ഞാൻ നല്ലൊരു ജോലി ചെയ്യുകയായിരുന്നു. ബട്ട് ഐ ഹാർഡ് ലാസ്റ്റഡ് 5.5 years. 5.5 വർഷക്കാലം ആ ജോലി ഞാൻ തുടർച്ചയായി ചെയ്തു. ഐ ലോസ്റ്റ് മൈ വൈഫ് അലോങ് വിത്ത് മൈ ജോബ് ആൻഡ് ഫൈൻ ഇൻകം. അപ്പൊ എനിക്ക് പിന്നീട് എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ദിസ് വാസ് എ ടെറിബിൾ ജോൾട്ട്. ഇതെനിക്ക് എന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിച്ചു. ട്രൈഡ് ഫോർ എ ഹുക്കപ്പ് ബട്ട് ഐ ഹാഡ് എ ബ്ലാക്ക് ഐ മാരിയിങ് എ ഗുഡ് റെക്കോർഡ്. ഐ ബിക്കം ഡിസ്കറേജ്ഡ് ആൻഡ് ഡിപ്രസ്ഡ്. ഞാൻ വളരെയധികം അധൈര്യപ്പെടുകയും നിരാശനാവുകയും ചെയ്തു. ഐ സോട്ട് റിലീഫ് വിത്ത് ബൂത്ത്. ഞാൻ പലപ്പോഴും കുടിയിൽ ആശ്വാസം കണ്ടെത്തി. ദർ ബിഗാൻ ദ 4 ബ്ലാക്ക് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്. അതങ്ങനെ 4 വർഷക്കാലം ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് റിട്ടേൺഡ് ഹോം ടു ദ കമ്മ്യൂണിറ്റി വെയർ ഐ ഹാഡ് ബീൻ സോ പ്രൊമിനന്റ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ദോസ് വെയർ ഡ്രൈ ഡേയ്സ്. ചില കുടിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റിൽ ആൻഡ് ഐ ഹാങ് ഔട്ട് അറ്റ് ദ ക്ലബ്സ് വിത്ത് ബാർസ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ക്ലബ്ബുകളിലും ബാറുകളിലും പോയിരുന്നു തുടങ്ങി. ഐ ഗോട്ട് സോ ഐ വുഡ് ലാസ്റ്റ് ഓൺ എ ജോബ് ബട്ട് എ ഫ്യൂ ഡേയ്സ്.
എനിക്ക് പലപ്പോഴും ജോലി തുടരാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കുറച്ചു കാലത്തിന് ശേഷം മാത്രമേ അത് കഴിഞ്ഞുള്ളൂ. ജസ്റ്റ് ആൻഡ് ഐ കുഡ് ഗെറ്റ് ആൻ അഡ്വാൻസ് ഫോർ തിങ്സ്. അതായത് ഏതെങ്കിലും ഒരു പണത്തിന്റെ അഡ്വാൻസ് കിട്ടുമ്പോൾ ഞാൻ വീണ്ടും കുടിച്ചു. ഐ ബിഗാൻ ടു ഗെറ്റ് എൻഡാൾജ്ഡ് വിത്ത് ദ ലോ, അറസ്റ്റഡ് ഫോർ ഡ്രൈവിംഗ് വൈൽ ഇൻടോക്സിക്കേറ്റഡ് ആൻഡ് ഡ്രങ്കൺ ആൻഡ് ഡിസോർഡർലി കോണ്ടാക്ട്. അതായത് ഞാൻ ഒരിക്കല് കുടിച്ച് വണ്ടി ഓടിച്ചതിന് എന്നെ പിടിക്കുകയും എനിക്ക് എന്റെ സ്വഭാവം ഡിസോർഡർലി കണ്ടക്ട്, അങ്ങനെ എന്നെ അവരോട് അപമര്യാദയായിട്ട് പെരുമാറിയതിന് എന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മൈ ഫോക്സ് ഹിയർഡ് ഓഫ് ദ ക്യൂർ അറ്റ് ദ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. എന്റെ കൂട്ടുകാർ സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ സുഖപ്പെടുമെന്ന് എങ്ങനെയോ കേട്ടു. ഐ വാസ് പിക്ക്ഡ് അപ്പ് ഡ്രങ്ക് ആൻഡ് സെൻഡ് ദെയർ ബൈ ദ പ്രൊബേറ്റ് കോർട്ട്. എന്നെ ഈ കുടിച്ചു പിടിച്ചതിന് എന്നെ കോർട്ടിലേക്ക് വിട്ടു. ഐ വാസ് അഡ്മിനിസ്ട്രേറ്റഡ് പാരാഡേഡ് ആൻഡ് കെയിം ടു ആൻ റിസീവിംഗ് എ വാർഡ് എമൗങ് ലൂണറ്റിക്സ്. അതിനുശേഷം ഞാൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ആയി. ഐ വാസ് ട്രാൻസ്ഫേർഡ് ടു അനദർ വാർഡ്. എന്നെ വേറൊരു വാർഡിലേക്ക് വിട്ടു. ഓഫ് ലെസ് വയലന്റ് കേസസ് ആൻഡ് ഐ ഫൗണ്ട് എ ലിറ്റിൽ ഗ്രൂപ്പ് ഓഫ് ആൽക്കോളിസ്. അപ്പോൾ അവിടെ എനിക്ക് ചെറിയ വയലന്റ് ആകുന്ന ആളുകളെല്ലാം അഡ്മിറ്റ് ആയതാണ്. അവിടെ ആൽക്കോളിസിന്റെ ഒരു ഗ്രൂപ്പ് ഞാൻ കണ്ടു. അവര് ഭയങ്കര ഡോപ്പ് അഡിക്ട്സ് ഉള്ളവരായിരുന്നു. ഐ ലേൺഡ് ഫ്രം ദം ദ സീരിയസ്നെസ് ഓഫ് ബീങ് എ വാർഡ് ഓഫ് ദ പ്രൊഫേറ്റ് കോഡ്. അപ്പൊ ഈ പ്രൊഫേറ്റ് കോഡിലെ വാർഡിനെ പറ്റി അവരിൽ നിന്ന് ഞാൻ കേട്ടു. ഐ ഫെൽറ്റ് ദാറ്റ് ഇഫ് ഐ നെവർ എവർ ഗോട്ട് റിലീസ്ഡ് ദ ഓൾഡ് ഡെവിൾ ആൽക്കഹോൾ, അതായത് പഴയ പിശാചു പിടിച്ച ഈ മദ്യത്തിൽ നിന്ന് ഞാൻ പുറത്തു കടന്നില്ലെങ്കിൽ, വുഡ് നെവർ ഗെറ്റ് മീ ഇൻ എ ജാം ലൈക്ക് ദിസ് അഗെയിൻ. ഇതുപോലെ എനിക്ക് കഴിയുകയില്ല. ഇൻ ടൈംസ് ഓഫ് ഗ്രേറ്റ് ഡിസ്ട്രസ് സച്ച് ആസ് തിങ്സ്, അങ്ങനെ വളരെ നിരാശരമായ സമയം കടന്നുപോയി പോയപ്പോൾ ടു പ്രേ ടു ഗോഡ് ഫോർ ഹെൽപ്പ്, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, സഹായത്തിനായി പ്രാർത്ഥിച്ചു. ഐ വാസ് ഫോർച്ചുനേറ്റ് എനിക്ക് ആൻഡ് വാസ് റിലീസ്ഡ് ആഫ്റ്റർ 11 days. ഞാൻ 11 ദിവസത്തിന് ശേഷം അവിടെ നിന്ന് മോചനം പ്രാപിച്ചു. ആൻഡ് നൈറ്റ്സ് ബാർഡ് അപ്പ് ഇൻ ദ ലാഫിംഗ് അക്കാദമി ബഗ് ഹൗസ്. ദാറ്റ് വാസ് ഇനഫ്. ഐ വാണ്ടഡ് നോ മോർ ഓഫ് ഇറ്റ്. എനിക്ക് ഇനി ഒരിക്കലും മദ്യത്തിന്റെ ആവശ്യമില്ല. ഐ ടുക്ക് എ ജോബ്. ഞാനൊരു ജോലി കണ്ടെത്തി. ആസ് മാനേജർ ഓഫ് എ ക്ലബ്. ഞാനൊരു ക്ലബിലെ മാനേജറായി. ആൻഡ് പുട്ട് മൈസെൽഫ് ടു ദ ഓൾഡ് ആസിഡ് ടെസ്റ്റ്. ഞാൻ വീണ്ടും ആ പഴയ ആസിഡ് ടെസ്റ്റ് എടുക്കാൻ തുടങ്ങി. ഐ വാസ് ഗോയിങ് ടു റിയലി അസെറ്റ് മൈ വിൽ പവർ. ഞാൻ എന്റെ ഇച്ഛാശക്തിയെ ആശ്രയിച്ചു. ഐ ഈവൻ ടെൻഡഡ് ബാർ പാർട്ട് ഓഫ് ദ ടൈം. ഞാൻ പലപ്പോഴും ബാറിനെ ആശ്രയിച്ചു. ബട്ട് നെവർ ലിംബഡ് എ ബിറ്റ്. ദിസ് ലാസ്റ്റഡ് അബൌട്ട് 3 months. അങ്ങനെ ഞാൻ 3 മാസക്കാലം കഴിഞ്ഞുകൂടി. ഐ വെന്റ് ടു ആൻ ആനുവൽ കൺവെൻഷൻ ഓഫ് മൈ ഓവർസീസ് ഡിവിഷൻ. ഞാൻ എന്റെ വാർഷിക കൺവെൻഷന് പോയപ്പോൾ കെയിം ടു ലോക്ക്ഡ് അപ്പ് ഇൻ എ ചീപ്പ് ഹോട്ടൽ റൂം. എന്നെ ഒരു വളരെ വില കുറഞ്ഞ ഒരു ചീപ്പ് ഹോട്ടൽ റൂമിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ന്യൂ ഷൂസ്, നല്ല പുതിയ ഷൂ ഉണ്ട്. സ്യൂട്ട് കോട്ട്, പുതിയൊരു കോട്ടുണ്ട്. ഹാറ്റ് ആൻഡ് പേഴ്സ് മിസ്സിങ്. പക്ഷെ എന്റെ ഹാറ്റും പേഴ്സും മിസ്സിംഗ് ആണ്. ഐ മസ്റ്റ് ഹാവ് സ്ലിപ്ഡ് ബാഡ്ലി. ഞാൻ വീണ്ടും കുടിച്ചു വീണു. ദെൻ ഫോളോഡ് മച്ച് ഡ്രിങ്കിങ് ആൻഡ് ട്രബിൾ. വീണ്ടും അതിനെ തുടർന്ന് ഒരുപാട് കുടിയും പ്രശ്നങ്ങളും ഉണ്ടായി. ആഫ്റ്റർ എ ഫ്യൂ അറസ്റ്റ് ഫോർ ഇൻടോക്സിക്കേഷൻ, അതായത് വീണ്ടും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായി. ദ ലോ ഡിസൈഡഡ് അനദർ sojourn to the state hospital would take me. വീണ്ടും എന്നെ അവിടുത്തെ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലേക്ക് വിടാനായിട്ട് നിയമം പറഞ്ഞു. They jumped the stay this time from 11 days to 11 weeks. അപ്പൊ 11 ദിവസങ്ങളിൽ സാധാരണ അഡ്മിറ്റ് ആക്കുന്നതിന് പകരം ഈ സമയത്ത് തന്നെ 11 ആഴ്ചകളിലേക്ക് അഡ്മിറ്റ് ആക്കി. ഇറ്റ് വാസ് ഗെറ്റിംഗ് ടഫ് ഫോർ മീ. ഇതെന്നെ കഠിനമായിട്ട് എനിക്ക് തോന്നി. ഐ കെയിം ഔട്ട് ഇൻ ഗുഡ് ഫിസിക്കൽ കണ്ടീഷൻ. നല്ലൊരു ശാരീരികാവസ്ഥയിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് ഹെൽഡ് എ ഫിയർ ഓഫ് ഗെറ്റിംഗ് പ്രോബേറ്റഡ് അഗെയിൻ. വീണ്ടും എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു, വീണ്ടും എന്നെ പൂട്ടപ്പെടുമെന്നുള്ളത്. തിങ്കിങ് ദ സേജ് മേറ്റ് ബി 11 months. 11 മാസങ്ങൾക്ക് ശേഷം ഐ ഗോട്ട് അനദർ ജോബ്. എനിക്ക് വീണ്ടും വേറൊരു ജോലി കിട്ടി. ആൻഡ് സ്റ്റേഡ് ഡ്രൈ. ഞാൻ വീണ്ടും കുടിക്കാതിരുന്നു ഫോർ അബൌട്ട് 2 months ആൻഡ് ഓഫ് ടു ദ റേസസ് അഗെയിൻ. 2 മാസം കുടിക്കാതിന് ശേഷം ഞാൻ വീണ്ടും കുടിച്ചു. ഐ ബിക്കേം ടെറിബിളി വീക്ക്. ഞാൻ വളരെയധികം തളർന്നു പോയി, അല്ലെങ്കിൽ വീക്കായി. കുഡിൻറ്റ് ഈറ്റ്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് ട്രൈ ടു ഗെറ്റ് നൗറിഷ്മെന്റ് ഫ്രം ബൂസ് ആൻഡ് മോസ്റ്റ്ലി ഓൺലി ബുട്ട്ലക്ക് അറ്റ് ദാറ്റ്. എനിക്ക് മദ്യത്തിൽ നിന്ന് എനിക്ക് എന്റെ ശരീരത്തിന് ആവശ്യമായ ഒന്നും കിട്ടിയില്ല. വൺ ടൈം, ഒരു സമയത്ത് ഐ ജസ്റ്റ് മേഡ് ഇറ്റ് ഇൻ ദി ഹോസ്പിറ്റൽ ആൻഡ് അനദർ ടൈം എ പോലീസ് പട്രോൾ ടുക്ക് മീ ടു ദ ഹോസ്പിറ്റൽ ഇൻസ്റ്റെഡ് ഓഫ് ദ ജയിൽ. എന്നെ ജയിലിലേക്ക് വിടുന്നതിന് പകരം പോലീസുകാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. ഐ സഫേർഡ് ബാഡ്ലി ഫ്രം ഇൻസോംനിയ. എനിക്ക് ഇൻസോംനിയ വന്നു. ആസ് മെനി ആസ് 3 shots at the lamb had no effect. എനിക്ക് പല ഇഞ്ചക്ഷനുകൾ ചെയ്തെങ്കിലും അതെന്നെ ബാധിച്ചില്ല.
I would get in shape and back at it again. ഞാൻ വീണ്ടും ഒരു ഷേപ്പിലായി വീണ്ടും ഞാൻ തിരിച്ചു വന്നു. I was going to battle it to the finish. ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഈ മത്സരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. This time came that I was to be paid my soldiers bonus. എനിക്ക് എൻ്റെ മിലിറ്ററിയിലുള്ള സോൾജേഴ്സ് ബോണസ് കിട്ടി. I had the limit or maximum coming. അപ്പോൾ എനിക്ക് ധാരാളം മാക്സിമം ആയിട്ടുള്ള പണമാണ് കിട്ടിയത്. ഫ്രണ്ട്സ് അഡ്വൈസ്ഡ് മൈ ഫോക്സ് ടു സെൻഡ് മീ ടു എ വെറ്ററിനറി ഹോസ്പിറ്റൽ ബിഫോർ ഐ ഗോട്ട് ദിസ് മണി ഇൻ മൈ ഹാൻഡ്സ്. എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞു ഇവനെ ഒരു ആശുപത്രിയിൽ, അതായത് സൈന്യമുത്തിനെയൊക്കെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കണം, അവന് ഈ പൈസ കിട്ടുന്നതിന് മുമ്പ്. ഐ വാസ് പ്രൊബേറ്റഡ് അഗെയിൻ. ഞാൻ വീണ്ടും പൂട്ടപ്പെട്ടു. ഹെൽഡ് ഇൻ എ കൺട്രി ജയിൽ ഫോർ 2 weeks. 2 ആഴ്ച കാലം എന്നെ ആ ജയിലിലിട്ടു. ആൻഡ് സെൻഡ് അഗെയിൻ ടു ദ അസൈലം. അപ്പൊ കുടിയന്മാരെ മാറ്റുന്ന അസൈലത്തിലേക്ക് എന്നെ വീണ്ടും വിട്ടു. ദിസ് വാസ് മൈ സമ്മർ റിസോർട്ട് ഫോർ 3 months. അങ്ങനെ ഞാൻ 3 മാസക്കാലം ആ റിസോർട്ടിൽ കടന്നു, അല്ലെങ്കിൽ സമ്മർ വേനൽക്കാല വസതി കടന്നു. ഐ വാസ് വൺ ദ വെയിറ്റിംഗ് ലിസ്റ്റ് ഫോർ ദ വെറ്ററിനറി ഹോസ്പിറ്റൽ. അപ്പൊ വീണ്ടും അത് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ആ ഹോസ്പിറ്റലിലെ. ബട്ട് ഐ ഗോട്ട് ഇൻ ടു സച്ച് വണ്ടർഫുൾ ഫിസിക്കൽ കണ്ടീഷൻ ഫ്രം മീറ്റിംഗ് ആൻഡ് വർക്കിംഗ് ഔട്ട് ദ ഡോർസ് ആൻഡ് ഐ വാസ് റിലീസ്. വീണ്ടും ഞാൻ കുടിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ശരീരഘടന മാറി. ഞാൻ വീണ്ടും അവിടെ നിന്ന് മോചനം പ്രാപിച്ചു. ഐ റീച്ച്ഡ് ഹോം ഫുൾ ഓഫ് റിസെന്റ്മെന്റ് അഗൈൻസ്റ്റ് മൈ ഫോക്സ്. എൻ്റെ കൂട്ടുകാരോടുള്ള നീരസത്തിലാണ് ഞാൻ വീട്ടിലെത്തിയത്. ഫോർ ദർ ഹാവിംഗ് മൈ മണി ടൈഡ് അപ്പ് അണ്ടർ എ ഗാർഡിയൻഷിപ്പ്. എന്റെ പണം അവരൊരു ഗാർഡിയൻഷിപ്പിന്റെ അണ്ടറിൽ കൊടുത്തു. വെന്റ് ഔട്ട് ആൻഡ് ഗോട്ട് സച്ചുവേർഡ് ആൻഡ് ലാൻഡഡ് ഇൻ ജയിൽ. വീണ്ടും ഞാൻ പുറത്തു പോയി, ഞാൻ ജയിലിലായി. ഐ ഹാഡ് ബീൻ ഫ്രീ ഫ്രം ദ അസൈലം അബൌട്ട് 8 hours. 8 മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ അസൈലത്തിലാകപ്പെട്ടു. ബിഹൈൻഡ് ദ ബാർസ് എഗെയിൻ സോ സൂൺ ദിസ് വാസ് ബാഡ്. വീണ്ടും ഞാൻ അസൈലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ബാറിൽ പോയി. ഇത് വളരെ മോശമായി മാറി. ഹൗവർ ഐ വാസ് ഫ്രീഡ് അഗെയിൻ നെക്സ്റ്റ് ഡേ ആൻഡ് ദിസ് വാസ് മൈ ലാസ്റ്റ് കോൺഫൈൻമെന്റ് വിത്ത് ദ ലോ. അടുത്ത ദിവസം ഞാൻ മോചിക്കപ്പെട്ടു. ഇതാണ് എന്റെ അവസാനം. ലോയുമായിട്ട് അല്ലെങ്കിൽ നിയമങ്ങളുമായിട്ട് എൻ്റെ ഉള്ള പൊരുതൽ ഇതായിരുന്നു അവസാനം. ഐ ബിഗാൻ ടു യൂസ് മൈ ഹെഡ്. ഞാൻ എൻ്റെ തല ഉപയോഗിക്കാൻ തുടങ്ങി. ഐ കണ്ടിന്യൂഡ് ടു ഡ്രിങ്ക് ബട്ട് കെപ്റ്റ് അണ്ടർ കവർ ഓർ ഹൈഡ് ഇൻ ദ ജംഗിൾസ് വിത്ത് ദ ബംസ്. അങ്ങനെ ഞാൻ മദ്യം ഒളിച്ചു വെച്ച് കുടിക്കാൻ തുടങ്ങി. ഇൻ എ ഫ്യൂ മന്ത്സ് ഓൺ ഓൾഡ് ഫ്രണ്ട് കമലോം, ഒരു പഴയ കൂട്ടുകാരൻ എന്നെ സന്ദർശിച്ചു. ഹി ലൊക്കേറ്റഡ് മീ എ ഫ്യൂ ടൈംസ് ഇൻ സലൂൺസ്. പലപ്പോഴും അവൻ എന്നെ ബാറുകളിൽ കണ്ടുമുട്ടി. വി ഹാഡ് ബീൻ ഡ്രിങ്കിങ് പാൽസ് ഇൻ ദ ഏർലി ഡേയ്സ്. മുൻകാലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചു കുടിച്ചിട്ടുണ്ട്. പർട്ടിക്കുലർലി അറ്റ് ദ ക്ലബ് ഹൗസ്. ചില ക്ലബ് ഹൗസുകളിൽ ഞങ്ങൾ ഒന്നിച്ചു കുടിച്ചിട്ടുണ്ട്. ഹി ഹാഡ് ഹിയർഡ് ഓഫ് മൈ പ്രഡിക്മെന്റ്. ഹി ഹിംസെൽഫ് ഹാഡ് ക്വിറ്റ് ഡ്രിങ്കിങ് ആൻഡ് ലുക്ക്ഡ് ഫൈൻ. അയാൾ മദ്യം കുടി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ കാഴ്ചയിൽ നല്ലവനായിരുന്നു. ഹി എൻകറേജ്ഡ് മീ ടു വിസിറ്റ് ഹിം ഇൻ എ നിയർ ബൈ സിറ്റി. അങ്ങനെ അവൻ എന്നെ അടുത്ത ഒരു കാലത്ത് എൻ്റെ സിറ്റിയിൽ വന്ന് കാണാമെന്ന് പറഞ്ഞു. ഐ വാണ്ടഡ് ടു ക്വിറ്റ് ഡ്രിങ്കിങ്. എനിക്ക് കുടി നിർത്തണമെന്നുണ്ടായിരുന്നു. ബട്ട് ഹാഡ് ഇൻ മച്ച് ഫെയ്ത്ത് ഇൻ എവർ ഗെറ്റിംഗ് അവേ ഫ്രം ഇറ്റ്. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത്. ഐ എഗ്രീഡ് ടു ഗോ ഇൻ ടു എ ഹോസ്പിറ്റൽ ആസ് ദ പേഷ്യന്റ് ഓഫ് എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറുടെ കീഴിൽ ഒരു രോഗിയായിട്ട് പോകാമെന്ന് ഞാൻ സമ്മതിച്ചു. ഹു ഹാഡ് ബീൻ ആൽക്കഹോളിക് ഫോർ മെനി ഇയേഴ്സ് ആൻഡ് വാസ് നൗ എ ന്യൂമൻ. ഒരു ധാരാളം വർഷങ്ങളിൽ കുടിയനായിരുന്ന ഒരാള് ഇപ്പൊ ഒരു പുതിയൊരു മനുഷ്യനായി മാറിയ ഡോക്ടറുടെ കീഴിൽ ഞാൻ പോകാമെന്ന് സമ്മതിച്ചു. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അൺകാനി. ഇൻ ജസ്റ്റ് 8 days ഐ ഫെൽറ്റ് ദർ എ ഡിഫറെന്റ് പേഴ്സൺ. 8 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മറ്റൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. ദിസ് ഡോക്ടർ ഇൻ പ്ലെയിൻ വേർഡ്സ് വാസ് എ വണ്ടർഫുൾ ഗായ്. അദ്ദേഹത്തിന്റെ വ്യക്തമായ വാക്കുകളിൽ അദ്ദേഹം ഒരു അത്ഭുതകരമായ മനുഷ്യനായിരുന്നു. ഹി സ്പെൻഡ് മെനി ഹവേഴ്സ് വിത്ത് മീ. ധാരാളം മണിക്കൂറുകൾ ഞാനുമായി ചെലവഴിച്ചു. ടെല്ലിംഗ് മീ ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ആൽക്കോൾ. അവനും അവന്റെ മദ്യമായിട്ടുള്ള അനുഭവങ്ങൾ ഞാനുമായി പങ്കുവച്ചു. അതേഴ്സ് ഓഫ് ഹിസ് ബാൻഡ് വിച്ച് വാസ് ദെൻ സ്മോൾ വിസിറ്റഡ് മീ. അവന്റെ കീഴിലുള്ള മറ്റു പല ആളുകളും എന്നെ സന്ദർശിച്ചു. ടോൾഡ് മീ ദെയർ സ്റ്റോറീസ്. അവരുടെ കഥ പറഞ്ഞു. ദേ വെയർ ഓൾ സ്ട്രേഞ്ചേഴ്സ് ടു മീ. അവർ എനിക്ക് അപരിചിതരായിരുന്നു. ബട്ട് ട്രീറ്റഡ് മീ ആസ് എ ഫ്രണ്ട്. അവരെന്നെ അവരുടെ കൂട്ടുകാരായി പരിഗണിച്ചു. ഐ വാസ് ഇംപ്രസ്ഡ് വിത്ത് ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് ഫെലോഷിപ്പ്. അവരുടെ ഈ ഇത്തരം കാര്യങ്ങളിലും അവരുടെ ഫെലോഷിപ്പിലും കൂട്ടായ്മയിലും ഞാൻ വിശ്വസിച്ചു, താല്പര്യം കാണിച്ചു. ഐ ലേൺഡ് ദ സീക്രട്ട്. ഞാൻ ആ രഹസ്യം പഠിച്ചു. ദേ ഹാഡ് എ റിലീജിയസ് എക്സ്പീരിയൻസ്. അവർക്ക് മതപരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഐ വാസ് വില്ലിംഗ്. ഞാൻ ആഗ്രഹിച്ചു. ആൻഡ് റിന്യൂഡ് മൈ അക്വൈൻറ്റൻസ് വിത്ത് ഗോഡ്. ഞാൻ എൻ്റെ ദൈവവുമായിട്ട് കൂട്ടുകൂടാമെന്ന് ഞാൻ സമ്മതിച്ചു. ആൻഡ് അക്നോളജ് ഹിം ഇൻ റിയാലിറ്റി. ഞാൻ അവനെ യഥാർത്ഥത്തിൽ പരിഗണിച്ചു. ഐ ഫൗണ്ട് ഇറ്റ് ഈസി.
ഇത് വളരെ എളുപ്പമുള്ളതായി എനിക്ക് തോന്നി. ഐ കെയിം ടു ലൈഫ്. ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആൻഡ് ഹാവ് ബീൻ ഫ്രീ നൗ ഫോർ 2 ഇയേഴ്സ്. ഇപ്പോൾ ഞാൻ 2 വർഷക്കാലം മദ്യത്തിൽ നിന്ന് അകലെയാണ്. ഐ ഹോപ്പ് നെവർ ടു ടേക്ക് അനദർ ഡ്രിങ്ക്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ കുടിക്കുകയില്ലെന്നാണ്. ഐ ആം ബിൽഡിംഗ് അപ്പ് എ റെപ്യൂട്ടേഷൻ അഗെയിൻ. ഞാൻ ആ ബഹുമാനം തിരിച്ചു പിടിച്ചു. ആൻഡ് നിയർലി എവരി ഡേ, എല്ലാ ദിവസങ്ങളിലുമായിട്ട് ഐ സക്കംപ്ലൈഡ് ഓൺ മൈ അപ്പിയറൻസ്. ഞാൻ എന്റെ 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 കാഴ്ചയിൽ തന്നെ മറ്റുള്ളവർക്ക് എനിക്ക് ഒരു ബഹുമാനം കിട്ടുന്ന രീതിയിൽ ഞാൻ മാറി. ഐ ഹാവ് എ ന്യൂ ഔട്ട്ലുക്ക് ഓൺ ലൈഫ്. ഞാൻ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റി. ഐ ലുക്ക് ഫോർവേഡ് ടു ഈച്ച് ഡേ. ഞാൻ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് വിത്ത് ഹാപ്പിനെസ്, സന്തോഷത്തിലാണ്. ബിക്കോസ് ഓഫ് ദ റിയൽ എൻജോയ്മെന്റ്. ഇപ്പൊ എനിക്ക് റിയൽ ആയിട്ടുള്ള എൻജോയ്മെന്റ് ഉണ്ട്. ഇറ്റ് ഈസ് ടു ബി സെയിൻ, സോബർ ആൻഡ് റെസ്പെക്ടബിൾ. ഞാനിപ്പോൾ സുബോധാവസ്ഥയിലാണ്. ബഹുമാനം കിട്ടുന്ന രീതിയിലാണ്. ഐ വാസ് എക്സൈറ്റിംഗ് റിയലി ഫ്രം വൺ ഡ്രിങ്ക് അൻറ്റിൽ ദ നെക്സ്റ്റ്, വിത്ത് നോ പെർസെപ്ഷൻ അബൌട്ട് സർക്കംസ്റ്റൻസ്, കണ്ടീഷൻസ് ഓർ ഈവൻ നേച്ചേഴ്സ് എലമെന്റ്സ്. എന്തോ കാര്യത്തിൽ അത് അടുത്ത കുടിയിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരുപക്ഷെ സാഹചര്യങ്ങളായിരിക്കാം, കണ്ടീഷനായിരിക്കാം, ചില പ്രകൃതിയുടെ ചില എലമെന്റ്സ് കൊണ്ടായിരിക്കാം. മൈ അക്വൈൻറ്റൻസ് വിത്ത് ഗോഡ്. എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ സൗഹൃദ ബന്ധം, ലോസ്റ്റ് ആൻഡ് ഫൊർഗോട്ടൺ വെൻ ഐ വാസ് എ യങ് മാൻ, ഈസ് റിന്യൂഡ്. അത് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ വീണ്ടും പുതുക്കി. ഗോഡ് ഈസ് ഓൾ ലവിങ് ആൻഡ് ഓൾ ഫോർഗിവിങ്. എപ്പോഴും സ്നേഹിക്കുന്നവനാണ്, മറക്കുന്നവനാണ്, അല്ലെങ്കിൽ ക്ഷമിക്കുന്നവനാണ്. ദ മെമ്മറീസ് ഓഫ് മൈ പാസ്റ്റ് ആർ ബീങ് ഡിംഡ് ബൈ ദ ലൈഫ് ഐ നൗ ആൻഡ് ആസ്പയർ ടു. അപ്പോൾ പഴയകാല ഓർമ്മകൾ ഇപ്പോൾ മറന്നുകൊണ്ട് പുതിയ ജീവിത രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.